അപ്പോൾ സ്റ്റുഡൻസ്, നമ്മൾ IPCCയുടെ അല്ലെങ്കിൽ CMA CS ഇന്റർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൻ്റെ ഇൻകം ടാക്സ് എന്നുള്ള ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഐ വിൽ ഗീവ് യു ആൻ ഓവറോൾ ഐഡിയ എന്താണ് ഇൻകം ടാക്സ് പഠിക്കാനുള്ളത്. അതായത് IPCCയുടെ ആംഗിളിൽ, അതല്ല CS-ന്റെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ CMAയുടെ ഇന്റർ, മെയിനായിട്ട് നമ്മുടെ CA ഇന്റർ, ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് വി വിൽ ഗോ ടു അനലൈസ് ദ സിലബസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാനുള്ളത്, നമ്മൾ എങ്ങനെയായിരിക്കും ഇത് പഠിക്കുക, നമ്മുടെ അപ്രോച്ച് എങ്ങനെയാണ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻ്റർമീഡിയറ്റിൻ്റെ ഇൻകം ടാക്സ് എന്നുള്ള പേപ്പറിൽ പിന്നെ GST രണ്ടും കൂടെ ചേർന്നാണ് നമ്മൾ ഒറ്റ ടാക്സ് പേപ്പർ. അതിൽ ഇൻകം ടാക്സ് എന്നുള്ള ആ ടോപ്പിക്ക്, അതിനെയാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻകം ടാക്സ് ആക്ട് 1961 1961 ഇൻകം ടാക്സ് ലോ അല്ലെങ്കിൽ ആദായ നികുതി നിയമം നമുക്ക് പറയാം. അപ്പോൾ ആ ഇൻകം ടാക്സ് ആക്ട് 1961 1961 ഇൻകം ടാക്സ് ആക്ടിൽ 298 സെക്ഷൻസും 14 ഷെഡ്യൂളും ഉണ്ട്. ഈ 298 സെക്ഷൻസും 14 ഷെഡ്യൂളുമുള്ള ഇൻകം ടാക്സ് ആക്ടിനകത്ത് IPCCയുടെ ആംഗിളിൽ അല്ലെങ്കിൽ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 1 മുതൽ 59 വരെയുള്ള സെക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം. ഇടയിൽ ചില സെക്ഷൻസിന് ഒഴിവാക്കിയിട്ടുണ്ട്. 1 മുതൽ 59 വരെയുള്ള സെക്ഷൻസ് കണ്ടിന്യൂസ് ആണ്. അത് കഴിഞ്ഞാൽ 60 മുതൽ 80 വരെയുള്ള സെക്ഷൻസിന്റെ ടോപ്പിക്കും നമുക്ക് പഠിക്കാനുണ്ട്. 60 മുതൽ 80 വരെ. 80 കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ചാപ്റ്റേഴ്സായിട്ട് നമുക്ക് കുറച്ച് പഠിക്കാനുള്ളത് സെക്ഷൻ 190 മുതൽ ഏതാണ്ട് 206 വരെ വരുന്ന TDS എന്ന് പറയുന്നതും TCS എന്ന് പറയുന്ന 2 ചാപ്റ്ററുകളാണ്. അത് കഴിഞ്ഞാൽ 207 മുതൽ 212 വരെ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്ന ടോപ്പിക്സും നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതോ 139 മുതൽ 140 വരെയുള്ള സെക്ഷൻസ് റിട്ടേൺ ഓഫ് ഇൻകം റിലേറ്റഡ് ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇത്രയുമാണ് സെക്ഷൻ വൈസ് അനലൈസ് ചെയ്താൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റർമീഡിയറ്റിൽ. 1 മുതൽ 80 വരെ നമുക്ക് പറയാം എളുപ്പത്തിൽ, 1 മുതൽ 80 വരെ. പിന്നെ അത് കഴിഞ്ഞാൽ 139 140, അത് കഴിഞ്ഞാൽ സെക്ഷൻ 190 മുതൽ സെക്ഷൻ 206 വരെ TDS TCS, 207 മുതൽ 211 212 വരെ അഡ്വാൻസ് ടാക്സ്. ഇത്രയും ആകുമ്പോൾ നമ്മുടെ IPCCയുടെ സിലബസിൻ്റെ കവറേജ് ആവും ഇൻകം ടാക്സിൻ്റെ ആംഗിളിൽ. ആദ്യം ഞാൻ കുറച്ച് ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താണ് നമ്മുടെ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൻ്റെ പ്രത്യേകത മനസ്സിലാക്കൂ. നമ്മുടെ പ്രൊഫഷണൽ എക്സാമാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് പ്രൊഫഷണലിയാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് സബ്ജക്ട് നോളജ് നമുക്ക് ഉണ്ടാവണം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഫോക്കസ് എക്സാമിലാണ്. ഇപ്പോൾ രണ്ടും വേണം. സബ്ജക്ട് നോളജും വേണം, എക്സാം ഓറിയൻറ്റഡ് അപ്രോച്ച് ആയിരിക്കണം, നമുക്ക് മാർക്കും വേണം, നല്ല മാർക്കും വേണം. ഞാൻ വളരെ ഗ്യാരണ്ടി ആയിട്ട് പറയാം, കൃത്യമായി നമ്മൾ ചെയ്യുന്ന അപ്രോച്ച് നിങ്ങൾ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ഫോളോ ചെയ്ത് ഞാൻ ചെയ്യിപ്പിക്കുന്ന പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കാമെന്നുണ്ടെങ്കിൽ ആൻ എക്സാംഷൻ വുഡ് ബി ഗ്യാരണ്ടീഡ്. നിങ്ങൾക്ക് എക്സംഷൻ മാർക്ക് വാങ്ങിക്കാം, 60+ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. കണ്ടീഷൻ 60 മാർക്കിൻ്റെ ഇൻകം ടാക്സും 40 മാർക്കിൻ്റെ GST രണ്ടും വളരെ വൃത്തിക്ക് പഠിക്കണം. അതിനകത്ത് ഇൻകം ടാക്സ് നന്നായിട്ട് പഠിച്ചിട്ട് GST ഉഴപ്പരുത്, GST പഠിച്ചിട്ട് ഇൻകം ടാക്സ് ഉഴപ്പുകയും ചെയ്യരുത്. രണ്ടും ഒരുപോലെ പഠിക്കണം. അപ്പോൾ രണ്ടും ഒരുപോലെ പഠിച്ചാൽ ഞാൻ പറയുന്ന സെയിം മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ എക്സാംഷൻ നിങ്ങൾക്ക് കിട്ടും. 60+ ഗ്യാരണ്ടീഡ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്, അറിയാം. MCQ ഉണ്ട്. MCQ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത, നമ്മളൊരു 1000 2000 MCQ ക്വസ്റ്റ്യൻസ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും എക്സാമിനേഷന് ചോദിക്കുന്ന MCQ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം MCQ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ടോപ്പിക്ക് വൃത്തിക്ക് പഠിക്കുക എന്നുള്ളതാണ്. നല്ല നീറ്റായിട്ട് പഠിക്കുക, കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, ഒരു പോർഷൻസും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ ഒരു ടോപ്പിക്കിൽ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നോളജ് ഉണ്ടെങ്കിൽ ഏത് MCQയും ചെയ്യാം. അല്ലാണ്ട് MCQ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അതുപോലെ ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയാലും GST എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയാലും ഡോണ്ട് മേക്ക് എ ബൈ ഹാർട്ട് സ്റ്റഡി. ചില പ്രൊസീജിയറിലായിട്ടുള്ള ചില കാര്യങ്ങളും ചില റേറ്റുകളും അത് മാത്രം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ബാക്കിയൊന്നും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കരുത്. മീൻസ് കാണാപ്പാഠം പഠിക്കരുത്, മെക്കാനിക്കൽ സ്റ്റഡി നടത്തരുത്. മനസ്സിലാക്കി പഠിക്കുക, ലേൺ ചെയ്യുക. വളരെ ബ്യൂട്ടിഫുൾ സബ്ജക്റ്റാണ്. നമുക്ക് വളരെ രസകരമായി അത് ലേൺ ചെയ്യാൻ പറ്റും. കഴിയുന്നതും ഞാൻ എല്ലാ കോൺസെപ്റ്റ്സും നിങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ലോജിക്ക് എന്തുകൊണ്ട് അതങ്ങനെ കൊണ്ടുവന്നു, അതിൻ്റെ ലോജിക്ക് എന്താണ്, അതും കൂടി പറഞ്ഞായിരിക്കും ഞാൻ പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ കൃത്യമായി ഈ ഒരു മെത്തേഡും മെക്കാനിസവും ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാംഷൻ മാർക്ക് വാങ്ങിക്കാൻ പറ്റും, ഗ്യാരണ്ടീഡാണ്. ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ ഈ വരുന്ന ജൂലൈ 2020 പരീക്ഷയ്ക്കും ഇനി അതല്ല നവംബർ 2020 പരീക്ഷയ്ക്കും ഒരേ സിലബസാണ്. കാരണം നമ്മൾ പഠിക്കുന്നത് 2019 ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. മെയ് 2021 നവംബർ 2021 പരീക്ഷകൾക്ക് 2020 അതായത് ഫിനാൻസ് ആക്ട് 2020 ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ 2019 ബഡ്ജറ്റ് ആപ്ലിക്കബിൾ ഫോർ ജൂലൈ ആൻഡ് നവംബർ 2020 എക്സാം ആൻഡ് ഫിനാൻസ് ആക്ട് അല്ലെങ്കിൽ ബഡ്ജറ്റ് 2020 ആപ്ലിക്കബിൾ ഫോർ മെയ് 2021 ആൻഡ് നവംബർ 2021. ഇതാണ് ഈ അമെൻമെൻറ്റിന് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്.
അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പ്രത്യേകത ഇതൊരു ലോയാണ്, നമ്മൾ പഠിക്കുന്ന ലോയാണ്. 1961 ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിലെ കുറച്ച് സെക്ഷൻസ് നമ്മൾ പഠിക്കുന്നു, അത് ഓർഗനൈസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നു. ആ പഠിക്കുന്ന ലോയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ നമ്മൾ പ്രോബ്ലം എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞ് ഇതൊരു തിയറി പേപ്പർ ആണോ സാറേ? അല്ല. ഇതൊരു പ്രോബ്ലം പേപ്പർ ആണോ സാറേ? അല്ല. ഇതൊരു തിയറി പേപ്പറും അല്ല, പ്രോബ്ലം പേപ്പറും അല്ല, ഇതൊരു ലോയാണ്, ഇതൊരു നിയമമാണ്. ഈ നിയമത്തിൽ നമ്മൾ പഠിക്കുന്ന സെക്ഷൻസിനെ നമ്മൾ പ്രാക്ടിക്കലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പ്രോബ്ലം എന്നൊക്കെ പറയുന്നു. ആക്ച്വലി ഇതിനകത്തൊരു പ്രോബ്ലം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ആപ്ലിക്കേഷൻ ഓഫ് എ ലോ, അതാണ് നമ്മൾ പഠിക്കുന്നത്. ശരി, ഇൻകം ടാക്സ് എന്ന് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഈ ടാക്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ പേപ്പറിനകത്ത് ഇൻകം ടാക്സും ഉണ്ട്, GST ഉണ്ട്. ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണ്, GST എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും രണ്ട് തരത്തിലെ ടാക്സുകളുണ്ട്. നികുതി അല്ലെങ്കിൽ ടാക്സ് രണ്ട് ടൈപ്പാണ്. അതിനു മുമ്പ് എന്താണ് സാർ ഈ ടാക്സ്? അപ്പോൾ ടാക്സ് എന്താണെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ ഇത്രയും മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. ഒരു ഗവൺമെന്റിന്റെ പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ ആണ് ടാക്സ്. ഏതൊരു ഗവൺമെന്റും, അതിപ്പോൾ സംസ്ഥാന സർക്കാരായാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും അതല്ല സെൻട്രൽ ഗവൺമെന്റ് ആയാലും, പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ടാക്സ് ആണ്. അപ്പോൾ നികുതി അല്ലെങ്കിൽ ടാക്സ് ഈസ് എ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ദ ഗവൺമെന്റ്. ഒരു സിറ്റിസൺ എന്നുള്ള നിലയിൽ, ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയിൽ ടാക്സ് കൊടുക്കാൻ എല്ലാ ആൾക്കാരും ബാധ്യസ്ഥരാണ്, ഒബ്ലിഗ്ഡ് ആണ്. കാരണം ഇന്ത്യയുടെ യൂണിയന്റെ ഫണ്ട് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റിന്റെ ഫണ്ട് ഫോം ചെയ്യുന്നത് ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് കൊണ്ടാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലി എല്ലാ പൗരന്റെയും സിറ്റിസൺസിന്റെയും ഒബ്ലിഗേഷനാണ് ടാക്സ് പേ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യാൻ രണ്ട് തരത്തിലെ മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ടാക്സുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ടാക്സ്. എന്തുകൊണ്ടാണ് ടാക്സുകളെ രണ്ട് തരത്തിൽ തരംതിരിക്കുന്നത്? ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം വളരെ ലളിതമാണ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ആസ്തി അല്ലെങ്കിൽ അസറ്റുകളുടെയോ ഇൻകം, വരുമാനത്തിന്റെയോ പുറത്ത് ലെവി ചെയ്യുന്ന ടാക്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ പുറത്ത് ചുമത്തപ്പെടുന്ന നികുതിയാണ്, ടാക്സ് ആണ്. അപ്പോൾ വരുമാനം അല്ലെങ്കിൽ ആസ്തി, നിലവിലെ വരുമാനം അല്ലെങ്കിൽ ആസ്തിയുടെ പുറത്ത് ടാക്സ് ലെവി ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് ഇന്ത്യയിൽ ഇപ്പോൾ പ്രിവെയിൽ ചെയ്യുന്നത്. അതിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റിന്റെ വരുമാനം കൊടുക്കുന്ന നികുതി, ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സ്. ഡയറക്റ്റ് ടാക്സിൽ ഇൻകം ടാക്സ് മാത്രമല്ലാതെ മറ്റൊരു ടാക്സും കൂടിയുണ്ട്, അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ അസറ്റ്സ് ടാക്സ് എന്ന് പറഞ്ഞൊരു ടാക്സ് ഉണ്ട്. ദ ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ അസറ്റ്. IPCC ടാങ്കുകളിൽ നമ്മുടെ സിലബസിൽ അതില്ല. അൺഡിസ്ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ വിദേശ രാജ്യത്തുള്ള അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വരുമാനം, ഇന്ത്യൻ റെസിഡൻസിന് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വിദേശ രാജ്യങ്ങളിലുള്ള അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം അല്ലെങ്കിൽ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം, അതുപോലെ അൺഡിസ്ക്ലോസ്ഡ് അസറ്റ്, അതിന്റെ പുറത്തോട്ട് ലെവി ചെയ്യുന്ന ടാക്സ് ആണ് അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് ടാക്സ് അസറ്റ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതും ഡയറക്റ്റ് ടാക്സ് ആണ്. പിന്നെ നമ്മുടെ നോർമൽ ഇൻകം ടാക്സ്, നമ്മൾ പഠിക്കുന്ന നോർമൽ ഇൻകം ടാക്സ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സിൽ രണ്ട് ടാക്സുകളുണ്ട്, ഒന്ന് ഇൻകം ടാക്സ്, രണ്ട് ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ അസറ്റ്സ്. ഇത് രണ്ടുമാണ് ഡയറക്റ്റ് ടാക്സിൽ ഇപ്പോൾ നിലവിലുള്ളത്. എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്? ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സിന്റെ വേരിയേഷൻ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഡയറക്റ്റ് ടാക്സുകൾ എന്തൊക്കെയാണെന്നേ പറഞ്ഞുള്ളൂ. അത് എന്തുകൊണ്ട് ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞില്ല. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാൻ കാരണം ഇൻകമോ അല്ലെങ്കിൽ ഈ അസറ്റോ ആരാണോ ഏൺ ചെയ്തത്, ആ ഏൺ ചെയ്ത വ്യക്തിയുടെ തലയിൽ അല്ലെങ്കിൽ അയാളുടെ നേർക്ക് ഡയറക്ട്ലി ഗവൺമെന്റ് ചുമത്തുന്ന നികുതിയാണ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺ, ഇറ്റ് ഈസ് എ ടാക്സ് ഡയറക്ട്ലി ലെവിഡ് ഓൺ ദ പേഴ്സൺ ഹു ഈസ് ഏണിംഗ് ദാറ്റ് ഇൻകം. ആരാണോ ഇൻകം ഏൺ ചെയ്യുന്നത്, ആ ഇൻകം ഏൺ ചെയ്യുന്ന വ്യക്തിയുടെ നേർക്ക് നേരിട്ട് ലെവി ചെയ്യുന്ന ടാക്സ് ആണ്. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ, ഞാൻ 5 ലക്ഷം രൂപ ഇൻകം ഏൺ ചെയ്തു എന്ന് വിചാരിക്കുക. ഞാൻ ഈ 5 ലക്ഷം രൂപയുടെ ഇൻകം ഏൺ ചെയ്തെങ്കിൽ അതിന്റെ പുറത്ത് ടാക്സ് ലെവി ചെയ്യേണ്ടതും ഗവൺമെന്റ് ലെവി ചെയ്തു, ഇൻകം ടാക്സ് ലെവി ചെയ്തു, പേ ചെയ്യേണ്ടത് ഞാനാണ്. എനിക്ക് ഒരിക്കലും ഈ 5 ലക്ഷം രൂപയുടെ ടാക്സ് ലൈബിലിറ്റി എൻ്റെ തലയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എൻ്റെ ലൈബിലിറ്റി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വേറൊരാൾക്ക് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ തന്നെ അത് പേ ചെയ്യണം. അപ്പോൾ അവിടെ എന്നെ വിളിക്കുന്ന പേര് അസസി എന്നാണ്. കാരണം ഞാനാണ് ടാക്സ് കൊടുക്കാൻ ലൈബിളായ വ്യക്തി, എന്നെ അസസി എന്ന് വിളിക്കും. അപ്പം ഞാൻ ഗവൺമെന്റിന് നേരിട്ട് ടാക്സ് അടയ്ക്കണം. അടച്ചില്ലെങ്കിലോ ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കോൺസിക്വൻസുകൾ അല്ലെങ്കിൽ അനന്തര ഫലങ്ങൾ ഞാൻ തന്നെ അനുഭവിക്കണം. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കാൻ കാരണം ഇൻകം അല്ലെങ്കിൽ ആസ്തി ആരാണോ ഏൺ ചെയ്തത് ആ വ്യക്തിയുടെ പുറത്ത് നേരിട്ട് ലെവി ചെയ്യുന്ന ടാക്സ് ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ലൈബിലിറ്റി മറ്റൊരാളുടെ തലയിലേക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല, ഒബ്ലിഗേഷൻ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സിന്റെ ആദ്യത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഇൻകം ടാക്സിന്റെ ഒരു പ്രധാന പ്രത്യേകത, ഇത് ഒരു എന്താ പറയുക, ഒരു മേജർ ടാക്സ് ആണ് ഇന്ത്യയിൽ. ഡയറക്റ്റ് ടാക്സ് ഒരു വളരെ പ്രധാനപ്പെട്ട സുപ്രധാന ടാക്സ് ആണ്. ഇത് ഡയറക്ട്ലി ലെവി ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താ?
ആരാണോ ഇൻകം അല്ലെങ്കിൽ ആസ്തി ഏൺ ചെയ്യുന്നത് ആ വ്യക്തി ആനുവലി ഈ ടാക്സ് പേ ചെയ്യണം. അപ്പോൾ ഇൻകം ടാക്സിന്റെ ഡയറക്ട് ടാക്സിന്റെ മറ്റൊരു പ്രത്യേകത, നിലവിൽ ഡയറക്ട് ടാക്സ് ആനുവൽ ടാക്സ് ആണ്. വർഷത്തിൽ ഒരു തവണയാണ് ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ഒരു വർഷം ഏൺ ചെയ്ത ഇൻകത്തിനാണ്. വർഷം എന്നുള്ളത് നമ്മൾ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയും. ഇൻകം ടാക്സിന്റെ ആംഗിളിൽ വരുമ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറയും. അതിന്റെ ടാക്സ് അസസ്മെന്റ് ഇയറിലാണ് പേ ചെയ്യേണ്ടത്. ആ ടെർമിനോളജി, ആ വേർഡ്സിലോട്ട് നമ്മൾ പിന്നെ വരും. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഡയറക്ട് ടാക്സ്, it is a tax directly levied on a person who is earning the income or who is earning the wealth. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. പണ്ട് വെൽത്ത് ടാക്സ് എന്നൊരു ടാക്സ് ഉണ്ടായിരുന്നു. ആ വെൽത്ത് ടാക്സ് ഡയറക്ട് ടാക്സ് അത് അബോളിഷ് ചെയ്തു. ഇപ്പൊ വെൽത്ത് ടാക്സ് ഇല്ല. ഇപ്പോൾ ഉള്ളത് ഇൻകം ടാക്സും ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ് ആണ്. അപ്പൊ എന്തുകൊണ്ട് ഡയറക്ട് ടാക്സ് എന്ന് വിളിക്കുന്നു? ആ വേർഡിൽ തന്നെ ഉണ്ട്, ഇറ്റ് ഈസ് ഡയറക്ട്ലി ലെവിഡ് ഓൺ ദ പേഴ്സൺ ഹു ഈസ് ഏർണിംഗ് ദ ഇൻകം. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഡയറക്ട് ടാക്സ്. രണ്ട്, ഇൻഡയറക്ട് ടാക്സ്. എന്താണ് ഇൻഡയറക്ട് ടാക്സ്? ഇൻഡയറക്ട് ടാക്സ് ആ വേർഡ് ഈ പറയുന്നത് പോലെ തന്നെ ഉണ്ട്, ഇൻഡയറക്റ്റ്. അപ്പൊ ഡയറക്റ്റ് അല്ല, നേരിട്ടല്ല, പരോക്ഷമായി. അപ്പൊ പ്രത്യക്ഷ നികുതി ഇൻകം ടാക്സ്, ഡയറക്ട് ടാക്സ്. പരോക്ഷ നികുതി ഇൻഡയറക്ട് ടാക്സ്. എന്താണ് ഇൻഡയറക്ട് ടാക്സിലെ പരോക്ഷ നികുതി അല്ലെങ്കിൽ പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പുറത്ത് ലെവി ചെയ്യുന്ന ടാക്സ് ആണ് ഇൻഡയറക്ട് ടാക്സ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ടാക്സ് ലെവിഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പൊ ഗുഡ്സിന്റെയും സർവീസിന്റെയും പുറത്ത് ലെവി ചെയ്യുന്ന ടാക്സ് ആണ് ഇൻഡയറക്ട് ടാക്സ്. ഇൻകത്തിന്റെയും അസറ്റിന്റെയും പുറത്ത് ലെവി ചെയ്യുന്ന ടാക്സ് ആണ് ഡയറക്ട് ടാക്സ്. അപ്പൊ ടാക്സുകൾ നമുക്ക് പറയാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ടാക്സുകൾ രണ്ട് തരത്തിലുണ്ട്. there are two types of taxes in India, and the first one is direct tax and the second one is indirect tax. First one is direct tax and the second one is indirect tax. And what is a direct tax? Direct tax means it is a tax directly levied on income or wealth. It is directly levied on income directly or on assets. അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലി പറയാൻ പറ്റുന്നത്, വിദേശ രാജ്യത്ത് അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ഉണ്ടെങ്കിൽ ആ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകത്തിന് നമുക്ക് ടാക്സ് ലെവി ചെയ്യും. ഇന്ത്യയിൽ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ അസറ്റിനും ലെവി ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇൻകം ഓർ അസറ്റ്. ഡയറക്ട് ടാക്സ് എന്ന് വിളിക്കാനുള്ള റീസൺ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഡയറക്ട്ലി ലെവിഡ് ഓൺ ദ പേഴ്സൺ ഹു ഈസ് ഏർണിംഗ് ദ ഇൻകം ഓർ ഡയറക്ട്ലി ലെവിഡ് ഓൺ ദ പേഴ്സൺ ഹു ഈസ് ക്രിയേറ്റിംഗ് ദാറ്റ് അസറ്റ്. അപ്പോൾ ഡയറക്ട് ടാക്സിൽ നിലവിൽ രണ്ട് നിയമങ്ങളാണ് ഇപ്പം നിലവിൽ ഇന്ത്യയിലുള്ളത്. ഒന്ന് നമുക്ക് ഷോർട്ടായിട്ട് ഇങ്ങനെ പറയാം, ഇൻകം ടാക്സ് ആക്ട് 1961 ലെവി ചെയ്യുന്ന ഇൻകം ടാക്സ് അല്ലെങ്കിൽ IT എന്ന് നമ്മൾ പറയും. എക്സാമിനേഷന് ഷോർട്ട് ഫോം ഉപയോഗിക്കരുത്, IT എന്നൊന്നും എഴുതരുത്. ഇൻകം ടാക്സ് ആക്ട് 1961 അത് ലെവി ചെയ്യുന്ന ഇൻകം ടാക്സ് ആണ്. രണ്ട്, നമ്മുടെ അൺഡിസ്ക്ലോസ്ഡ് ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം, അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് ഫോറിൻ അസറ്റ്, അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ അസറ്റ്സ്. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ടാക്സുകളാണ് ഡയറക്ട് ടാക്സിൽ, പ്രത്യക്ഷ നികുതി ഇന്നിപ്പോൾ നിലവിൽ ഇന്ത്യയിലുള്ളത്. രണ്ട് ഇൻഡയറക്ട് ടാക്സ്. ഇൻഡയറക്ട് ടാക്സ് ഈസ് എ ടാക്സ് ഇൻഡയറക്ട്ലി ലെവീഡ്. മെയിൻലി ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി ലെവീഡ് ഓൺ ഐദർ ഓൺ ഗുഡ്സ് ഓർ ഓൺ സർവീസ്. സർവീസുകളുടെ പുറത്തോ ഗുഡ്സുകളുടെ പുറത്തോ ഇൻഡയറക്റ്റ് ആയിട്ട് ലെവി ചെയ്യുന്ന ടാക്സ് ആണ് ഇൻഡയറക്ട് ടാക്സ്. അതെന്താ സാർ ഇൻഡയറക്ട് ടാക്സ് എന്ന് വിളിച്ചത്? നോക്കൂ, ഞാനും നിങ്ങളും ഒക്കെ കടയിൽ പോയി ഒരു സാധനം മേടിക്കുകയാണ്, സോപ്പ് മേടിച്ചു, അല്ലെങ്കിൽ പേസ്റ്റ് മേടിച്ചു, അല്ലെങ്കിൽ ഒരു കാറ് മേടിച്ചു, അതല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഗുഡ്സ് മേടിച്ചു, TV മേടിച്ചു, മൊബൈൽ ഫോൺ മേടിച്ചു. ഇതൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ സാധനത്തിന്റെ പ്രൈസിനകത്ത് ഒരു നികുതിയും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് GST. ഫോർ എക്സാമ്പിൾ GST. നമ്മൾ ചില ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ മേടിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പേ ചെയ്യുന്നു വാറ്റ്, നമ്മൾ പേ ചെയ്യുന്നു എക്സൈസ് ഡ്യൂട്ടി. വിദേശ രാജ്യത്ത് നിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പേ ചെയ്യുന്നു കസ്റ്റംസ് ഡ്യൂട്ടി. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്നു കസ്റ്റംസ് ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റംസ്, എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റംസ്, വാറ്റ്, CST, സെൻട്രൽ എക്സൈസ്, GST. ഇതിനെയൊക്കെ വിളിക്കുന്ന പേരാണ് ഇൻഡയറക്ട് ടാക്സ്. എന്തുകൊണ്ട് ഇതിന് അങ്ങനെ വിളിക്കുന്നത്? നോക്കൂ, നിങ്ങൾ ഒരു സോപ്പ് മേടിക്കുമ്പോൾ അതിന്റെ വില 50 രൂപയാണെന്ന് ഇരിക്കട്ടെ. ഈ 50 രൂപയ്ക്കകത്ത് 5 രൂപ GST ആണെന്ന് ഇരിക്കട്ടെ. അസ്യൂം 50 രൂപ ടോട്ടൽ MRP, അതിനകത്ത് 5 രൂപ GST ആണ്. അപ്പൊ നമ്മൾ 50 രൂപയ്ക്ക് സോപ്പ് മേടിക്കുമ്പോൾ ശരിക്കും ആ സോപ്പിന്റെ യഥാർത്ഥ വില 45 രൂപയേ ഉള്ളൂ. ബാക്കി 5 രൂപ GST ആണ്. 45ഉം 5ഉം 50 രൂപയ്ക്ക് നമ്മൾ സോപ്പ് മേടിച്ചു. നമ്മൾ പോലും അറിയുന്നില്ല 5 രൂപ നമ്മളിൽ നിന്ന് ആ ഡീലർ അല്ലെങ്കിൽ ആ കടക്കാരൻ 5 രൂപ GST എന്ന് പറഞ്ഞ് കളക്ട് ചെയ്തു. അപ്പൊ നമുക്ക് ബില്ലടിച്ച് തരുമ്പോൾ അതിനകത്ത് 5 രൂപ GST ആണ്. ഈ 5 രൂപ GST കളക്ട് ചെയ്ത ഡീലർ ആർക്ക് കൊടുക്കും? അയാൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കുവാണ്. അപ്പൊ ഇവിടെ അൾട്ടിമേറ്റ്ലി 3 പേരുണ്ടെന്ന് പറയേണ്ടി വരും ഇൻഡയറക്ട് ടാക്സിനകത്ത്. 3 പേര്. ഒന്ന് ആരാ? സപ്ലയർ. രണ്ട് ആരാ? ഈ ഗുഡ്സിന്റെയോ സേവനത്തിന്റെയോ റെസിപ്പിയന്റ്, അല്ലെങ്കിൽ ഒന്ന് സേവന ദാതാവ് അല്ലെങ്കിൽ ഗുഡ്സ് കൊടുക്കുന്ന ആൾ, ഒന്ന് സപ്ലയർ. രണ്ട് റെസിപ്പിയന്റ്, ആ ഗുഡ്സ് സ്വീകരിക്കുന്ന ആൾ അല്ലെങ്കിൽ ആ സർവീസ് സേവനം സ്വീകരിക്കുന്ന ആൾ, റെസിപ്പിയന്റ്. ഈ 2 പേരുടെ ഇടയിൽ മൂന്നാമതൊരാളും കൂടെ ഉണ്ട്. അയാളാണ് യഥാർത്ഥത്തിൽ ഈ ടാക്സ് കൊണ്ടുപോകുന്നത്. ആരാത്? ഗവൺമെന്റ്. അപ്പൊ നോക്കൂ, 3 പേരുണ്ട്.
മറ്റേ ഡയറക്ട് ടാക്സിൽ രണ്ടുപേരേ ഉള്ളൂ, ഇൻകമോ അസറ്റോ ഏൺ ചെയ്യുന്ന വ്യക്തിയും ഗവൺമെന്റും രണ്ടുപേരേ ഉള്ളൂ. ഗവൺമെന്റ് നേരിട്ടെങ്കിൽ ലെവി ചെയ്യണോ, അവന്റെ കയ്യിൽ നിന്ന് പിടിച്ച് മേടിക്കുവാണോ ടാക്സ്, അതാണ് ഡയറക്ട് ടാക്സ്. പക്ഷെ ഇൻഡയറക്ട് ടാക്സ് അങ്ങനെയല്ല, നമ്മളുടെ നിന്ന് നേരിട്ടല്ല കളക്ട് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. ആരാണ് ഇൻഡയറക്റ്റ്ലി കളക്ട് ചെയ്യുന്നത്? ഡീലർ അല്ലെങ്കിൽ ട്രേഡർ, മാനുഫാക്ചറർ, സപ്ലയർ റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിനോടൊപ്പം ആ ഗുഡ്സിന്റെയോ സേവനത്തിന്റെയോ കൺസിഡറേഷനോടൊപ്പം പ്രൈസിനോടൊപ്പം GST കളക്ട് ചെയ്യുന്നു, ടാക്സ് കളക്ട് ചെയ്യുന്നു, എക്സൈസ് ഡ്യൂട്ടി കളക്ട് ചെയ്യുന്നു, കസ്റ്റംസ് ഡ്യൂട്ടി കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അത് അയാൾ നേരെ ഗവൺമെന്റിന് പേ ചെയ്യുന്നു. പക്ഷെ ഇത് ആരെയാണ് ഈടാക്കിയത്? റെസിപ്പിയന്റെ കയ്യിൽ നിന്ന്. അപ്പൊ നോക്കൂ, ഇൻഡയറക്ട് ടാക്സ് ഈസ് എ ടാക്സ് ഇൻഡയറക്ട്ലി ലെവിഡ് ഓൺ ഗുഡ്സ് ഓർ സർവീസസ്. പ്രാക്ടിക്കലി ഗുഡ്സുകളുടെ പുറത്ത് വരാൻ ചാൻസ് ഉള്ള ടാക്സുകൾ എന്തൊക്കെയാണ്, ഇൻഡയറക്ട് ടാക്സുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് GST തന്നെയാണ്. രണ്ടാമത്തത് വിദേശ രാജ്യത്ത് നിന്ന് എക്സ്പോർട്ട് ഇമ്പോർട്ടും ചെയ്യുമ്പോൾ നമുക്കറിയാം കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യണം. ചില ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ, ഒപ്പിയം, ഇന്ത്യൻ ഹെമ്പ് അങ്ങനെ തുടങ്ങി ചില നാർക്കോട്ടിക് ഡ്രഗ്സിന് അത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എക്സൈസ് ഡ്യൂട്ടി കൊടുക്കണം. അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സൈസ് തീരുവാന്ന് പറയും. അതിന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് ലെവി ചെയ്യുന്ന സെൻട്രൽ എക്സൈസ്, മറ്റൊന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് എക്സൈസ്. എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ GST വരാം ഇൻഡയറക്ട് ടാക്സിൽ. വളരെ വിശാലമായിട്ട് നമ്മൾ GST മാത്രം നമ്മൾ പഠിക്കും, നമ്മുടെ സിലബസിനകത്ത് പഠിക്കാനുള്ള നമ്മൾ ഈ പേപ്പറിൽ പഠിക്കും. കസ്റ്റംസും എക്സൈസും നമ്മുടെ സിലബസിൽ ഇല്ല. ഫൈനലിന്റെ ആംഗിളിൽ എത്തുമ്പോൾ നിങ്ങൾ കസ്റ്റംസ് പഠിക്കും. അപ്പോൾ GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി, പിന്നെ എക്സൈസ് ഡ്യൂട്ടി. ഇത് മൂന്നുമാണ് സാധാരണ ഗുഡ്സുകളുടെ പുറത്ത് വരാൻ ചാൻസ് ഉള്ള ടാക്സ്. പണ്ട് ഒരുപാട് ഗുഡ്സുകളുടെ പുറത്ത് മറ്റു ചില ടാക്സുകൾ ഉണ്ടായിരുന്നു. എൻട്രി ടാക്സ്, പർച്ചേസ് ടാക്സ്, ഒക്ട്രോയി. GST ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ 2017 GST ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് അതൊക്കെ അബോളിഷ് ചെയ്തു. അപ്പോൾ ഗുഡ്സുകളുടെ പുറത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് ലഭിക്കുന്ന ടാക്സുകളാണ് GST, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി എക്സെട്ര. ഇനി സർവീസസിന്റെ പുറത്ത് പ്രാക്ടിക്കലി ഒറ്റ ടാക്സേ ഉള്ളൂ, GST ആണ്. പണ്ട് ലക്ഷറി ടാക്സ് ഉണ്ടായിരുന്നു, ബട്ട് അതൊക്കെ അബോളിഷ് ചെയ്തു. ഇപ്പോൾ GST വന്നപ്പോൾ അപ്പോൾ സർവീസിന് പണ്ട് GST വരുന്നതിന് മുമ്പ് നമുക്കറിയാം സർവീസ് ടാക്സ് ആയിരുന്നു, അത് മാറിയിട്ട് ഇപ്പോൾ GST ആണ്. ഗുഡ്സുകൾക്കും സർവീസുകൾക്കും കൂടി ഇപ്പോൾ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒറ്റ ടാക്സ് ആണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ ഇൻഡയറക്ട് ടാക്സിന്റെ പ്രത്യേകത, ദ ലൈബിലിറ്റി ക്യാൻ ബി ഷിഫ്റ്റഡ് ടു ദി അൾട്ടിമേറ്റ് റെസിപ്പിയൻ കൺസ്യൂമർ. ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഇൻഡയറക്ട് ടാക്സ്. ആരാണോ ടാക്സ് ഗവൺമെന്റ് പേ ചെയ്യാൻ ലൈബിൾ ആയിട്ടുള്ള വ്യക്തി, മാനുഫാക്ചറർ അല്ലെങ്കിൽ സപ്ലയർ, ട്രേഡർ, ഡീലർ, ആരാണോ സപ്ലയർ അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുന്ന സപ്ലയർ, ആ സപ്ലയർ അയാളുടെ GST ലൈബിലിറ്റി അൾട്ടിമേറ്റ് കൺസ്യൂമറുടെ തലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഇൻഡയറക്ട് ടാക്സ്. അപ്പോൾ ഡയറക്ട് ടാക്സ് ഈസ് എ ടാക്സ് ഡയറക്ട്ലി ലെവിഡ് ഓൺ ഇൻകം ഓർ അസറ്റ്സ് and which is directly levied on the person who is earning the income or asset. What is an indirect tax? Indirect tax is a tax indirectly levied on goods or services. So why it is known as indirect tax? Because it is indirectly levied on the ultimate consumer of goods or services. ഒറ്റവാക്കിൽ കൺസംഷൻ ടാക്സ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ബിക്കോസ് അൾട്ടിമേറ്റ്ലി കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമറുടെ തലയിലേക്ക് കെട്ടിവെക്കപ്പെടുന്നു. അപ്പൊ അവിടെ മൂന്ന് പേരുണ്ടെന്ന് എപ്പോഴും മറന്നു പോകരുത്. ഒന്ന് അൾട്ടിമേറ്റ്ലി ഗവൺമെന്റ്, പിന്നെ സപ്ലയർ, പിന്നെ റെസിപ്പിയൻ. അപ്പൊ മൂന്ന് പേര് അവിടെ പ്ലേ ചെയ്യും. പക്ഷെ ഡയറക്ട് ടാക്സിൽ രണ്ടുപേരേ ഉള്ളൂ, ഗവൺമെന്റും ആ ഇൻകമോ അസറ്റോ ഏൺ ചെയ്ത വ്യക്തിയും. അപ്പോൾ ഇതാണ് ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും ഉള്ള ബേസിക് ഡിഫറൻസ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു സബ്ജക്ട് തുടങ്ങി എന്നുള്ള നിലയിൽ ഞാൻ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ അറിഞ്ഞിരിക്കുക ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, ഇത്രയും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഏതാ? അപ്പോൾ IPCCയുടെ ആംഗിളിൽ നമ്മൾ പറയുമ്പോൾ നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് ഒന്ന് ഇൻകം ടാക്സ് ആക്ട് 1961. അതിലെ കുറച്ച് സെക്ഷൻസ്, ഒരു പിടി സെക്ഷൻസ് നമുക്ക് പഠിക്കണം. അതെന്തൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യും. രണ്ട്, GST എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ അവിടെയും കുറച്ച് ഏരിയ മാത്രം. GSTയിലെല്ലാം ഒന്നും പഠിക്കാനില്ല, വളരെ കുറച്ചാണ്. അപ്പോൾ 170-ലധികം സെക്ഷനുള്ള വലിയ ലോ ആണ് GST ലോ. അതിൽ ഒരുപാടൊന്നും പഠിക്കാനില്ല, വളരെ കുറച്ച് മാത്രമേ. മെയിനായിട്ട് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 50 സെക്ഷൻസ് മാത്രമേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരുള്ളൂ. അത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, GSTയുടെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഞാൻ അതിനകത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ തൽക്കാലം ഒരു ഡയറക്ട് ടാക്സ് എന്തിനാണ്? സർക്കാരിന്റെ, ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാനമാണ് ടാക്സ്. പ്രൈമറി സോഴ്സസ് ഓഫ് റവന്യൂ ഫോർ ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് റവന്യൂ കിട്ടുന്ന ടാക്സുകൾ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഡയറക്ട് ടാക്സ്, രണ്ട് ഇൻഡയറക്ട് ടാക്സ്. എന്താണ് ഡയറക്ട് ടാക്സ്? ഇറ്റ് ഈസ് എ ടാക്സ് ഡയറക്ട്ലി ലെവിഡ് ഓൺ ഇൻകം ഓർ അസറ്റ്സ്. അറ്റ് പ്രസന്റ് ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ഇൻകം ടാക്സ് ആക്ട് 1961, comprising 298 sections and 14 schedules. And number 2, taxes on undisclosed foreign income and undisclosed foreign asset. These are the two taxes at present prevalent in India under the category direct tax. And what is indirect tax? Indirect tax, it is a tax indirectly levied on goods and services. And it is always levied only on goods and services. It can be said to be a consumption-based tax. It is indirectly levied on the ultimate consumer who consumes the goods or services. At present, in India, there are major indirect taxes are GST, number 2, customs duty, excise duty. Earlier, prior to introduction of GST, there was numerous indirect taxes, but lot of indirect taxes has been unified under the when they introduced GST law.
ഇതാണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്നത്, ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ പഠിക്കുന്ന ഒരു നിയമമാണ്, ലോയാണ്. ലോ എന്ന് പറഞ്ഞാൽ ആരാണ് നിയമം നിർമ്മിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് ആകുമ്പോൾ, ഇപ്പോൾ ഇൻകം ടാക്സ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ലെവി ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാകുമ്പോൾ ഇന്ത്യയിൽ ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിന് ഭരണഘടനയുടെ സാധൂകരണം വേണം, അല്ലെങ്കിൽ ഭരണഘടന സമ്മതിക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പെർമിഷൻ വേണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പെർമിഷൻ ഇല്ലാതെ ഇന്ത്യയിൽ ഒരു നിയമങ്ങളും പാസ്സാക്കാൻ പറ്റത്തില്ല. ടാക്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 265 265 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ക്ലിയർലി സേസ് ദാറ്റ് നോ ടാക്സസ് ക്യാൻ ബി ലെവീഡ് വിത്തൗട്ട് ദി പ്രോപ്പർ അതോറിറ്റി ഓഫ് ലോ. നിയമത്തിന്റെ സാധുതയില്ലാതെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഒരു ബ്രോഡ് സെൻസിൽ പറഞ്ഞാൽ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പെർമിഷൻ ഇല്ലാതെ, സമ്മതമില്ലാതെ ഒരു രൂപ പോലും ടാക്സ് ഇന്ത്യൻ സിറ്റിസൺസിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ പാടില്ല, കളക്ട് ചെയ്യാൻ പറ്റില്ല. സോ നോ ടാക്സസ് ക്യാൻ ബി ലെവീഡ് അൺലെസ്, അല്ലെങ്കിൽ അതർവൈസ് വിത്ത് ദ പ്രോപ്പർ അതോറിറ്റി ഫ്രം ദ ലോ. ഇന്ത്യയിൽ ഏതൊരു നിയമത്തിന്റെയും മാതാവ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ദ മദർ ഓഫ് ഓൾ ലോ എന്നറിയപ്പെടുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 265 പറയുന്നു, ടാക്സസ് കനോട്ട് ബി കളക്ടഡ് വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ വിത്തൗട്ട് പ്രോപ്പർ അതോറിറ്റി ഓഫ് ലോ. സോ ഇന്ത്യയിൽ ടാക്സിന്റെ ഒരു നിയമം നിർമ്മിക്കണമെങ്കിൽ അതിന് ഭരണഘടനയുടെ പെർമിഷൻ വേണം, ഒരു നിയമം നിർമ്മിക്കണം, നിയമം വഴി മാത്രമേ ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ആർട്ടിക്കിൾ 265. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 265 ക്ലിയർലി സേസ് ദാറ്റ് ദർ ഈസ് എ റിക്വയർമെന്റ് ഓഫ് ഓതന്റിക്കേഷൻ അല്ലെങ്കിൽ അതോറിറ്റി ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ എ ലോ, ഓൺലി ദെൻ ടാക്സ് ക്യാൻ ബി കളക്ടഡ്. ഇതാണ് ഭരണഘടനാപരമായി നമ്മൾ ടാക്സിന്റെ നിയമത്തിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി നിയമം നിർമ്മിക്കുന്നത് ആരൊക്കെ? നമുക്കറിയാം, സെൻട്രൽ ഗവൺമെന്റിന് ചെലവുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് ലോസ് നിർമ്മിക്കും. സംസ്ഥാന സർക്കാരിന് ചെലവുകളുണ്ട്, സംസ്ഥാന സർക്കാർ നിയമം നിർമ്മിക്കും. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ടാക്സ് കളക്ട് ചെയ്യേണ്ട നിയമം വേണം, അല്ലെങ്കിൽ അധികാരം വേണം. അപ്പൊ അതെവിടെ പറയുന്നു? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 246, ആർട്ടിക്കിൾ 246. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 246 പറയുന്നു, ദ സെൻട്രൽ ഗവൺമെന്റ് ആസ് വെൽ ആസ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ബോത്ത് ഹാസ് ദ പവർ ടു ലെവി ടാക്സസ് ഓൺ ഇൻകം, പവർ ടു ലെവി ടാക്സസ് ഓൺ അസറ്റ്സ്, പവർ ടു ലെവി ടാക്സസ് ഓൺ ഗുഡ്സ്, പവർ ടു ലെവി ടാക്സസ് ഓൺ സർവീസസ്. അപ്പോൾ ബ്രോഡ്ലി പറഞ്ഞാൽ ടാക്സുകൾ ലെവി ചെയ്യാൻ, അല്ലെങ്കിൽ നികുതി നടപ്പിലാക്കാൻ, നിയമം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അധികാരമുണ്ട്. ആ അധികാരം കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 246 246. 246 ആർട്ടിക്കിളിന്റെ പ്രാധാന്യം എന്താണ്? ആർട്ടിക്കിൾ 265 ടാക്സുകൾ വേണ്ടി നിയമം നിർമ്മിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യണമെങ്കിൽ നിയമനിർമ്മാണം വേണം. നിയമനിർമ്മാണത്തിന്റെ അധികാരം എവിടെ കൊടുത്തു? സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ആർട്ടിക്കിൾ 246 കൊടുത്തു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 246 നിന്ന് നമ്മൾ നോക്കിപ്പോയി വായിച്ചു നോക്കിയാൽ അവിടെ നിന്ന് നമ്മൾ അടുത്ത് ഗൈഡ് ചെയ്യുന്നത് 7ാമത്തെ ഷെഡ്യൂളിലേക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂൾ. 7ാമത്തെ ഷെഡ്യൂളിൽ പോയാൽ അവിടെ നിന്ന് പിന്നെ ഡയറക്റ്റ് ചെയ്യുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ പുറകിലുള്ള ലിസ്റ്റിലേക്കാണ്. അപ്പോൾ 7th ഷെഡ്യൂളിൽ ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് ലിസ്റ്റ് മീൻസ് കുറെ ഐറ്റത്തിൽ ഇങ്ങനെ നമ്പർ ഇട്ട് പറയുന്ന ഒരു ലിസ്റ്റ്. അങ്ങനെ 3 ലിസ്റ്റ് ഉണ്ട്. ഒന്ന് ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ലിസ്റ്റ് 2, ലിസ്റ്റ് 3, 3 ലിസ്റ്റ് ഉണ്ട്. ഒന്നാമത്തെ ലിസ്റ്റിന് അറിയപ്പെടുന്ന പേര് യൂണിയൻ ലിസ്റ്റ് എന്നാണ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റിന് ഏതൊക്കെ ടാക്സുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി നിയമം നിർമ്മിക്കാൻ, അല്ലെങ്കിൽ എന്തൊക്കെ നിയമം ടാക്സിന് വേണ്ടി നിർമ്മിക്കാൻ അധികാരമുണ്ട്, ഏതൊക്കെ ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി നിയമം നിർമ്മിക്കാം, അതാണ് ലിസ്റ്റ് 1. അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകളിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് നിയമം നിർമ്മിക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ട്, യൂണിയൻ ലിസ്റ്റ്. ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റ്, സംസ്ഥാന സർക്കാരിന് ഏതൊക്കെ കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുണ്ട്, ലിസ്റ്റ് 2. ലിസ്റ്റ് 3 കൺകറന്റ് ലിസ്റ്റ്. സാധാരണ ഇതിൽ ഈ ടാക്സ് എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും ലിസ്റ്റ് 1 ലിസ്റ്റ് 2 വരുള്ളൂ. കാരണം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിന്റെയോ. ലിസ്റ്റ് 3 അത് വരില്ല, കാരണം ലിസ്റ്റ് 3 കൺകറന്റ് ലിസ്റ്റാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റു കാര്യങ്ങൾ, സെക്യൂരിറ്റി, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ, അങ്ങനത്തെ വിഷയങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട നിയമം നിർമ്മിക്കേണ്ട അധികാരമാണ് ലിസ്റ്റ് 3 പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ലിസ്റ്റ് 1 ലിസ്റ്റ് 2, അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും പറഞ്ഞാൽ മതി. അതിൽ ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റ്. ഈ യൂണിയൻ ലിസ്റ്റിൽ ഏതാണ്ട് 97 എൻട്രീസ് ഉണ്ട്, 97 ഐറ്റംസ് ഉണ്ട്. അതായത് 97 കാര്യങ്ങളിൽ ഗവൺമെന്റിന് നിയമം നിർമ്മിക്കാൻ അധികാരമുണ്ട് എന്നാണ് ആർട്ടിക്കിൾ 246 7ാമത്തെ ഷെഡ്യൂൾ 1ാമത്തെ ലിസ്റ്റ്. അതിനകത്ത് 97 ഐറ്റം. അതിലെ 82ാമത്തെ ഐറ്റം, എൻട്രി 82, 82ാമത്തെ എൻട്രിയാണ് ഇൻകം ടാക്സ് ലെവി ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റിന്, സെൻട്രൽ ഗവൺമെന്റിന് അധികാരം കൊടുക്കുന്ന ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 7th ഷെഡ്യൂളിന്റെ 1ാമത്തെ ലിസ്റ്റിന്റെ 82ാമത്തെ ഐറ്റം 82. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് ഇന്ത്യയിൽ ടാക്സ് ലെവി ചെയ്യാൻ അധികാരം കൊടുക്കുന്ന എൻട്രി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ എൻട്രി ഏതാണ്? അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ
ആർട്ടിക്കിൾ 246 ഏഴാമത്തെ ഷെഡ്യൂള് ഒന്നാമത്തെ ലിസ്റ്റ്, ആ ഒന്നാമത്തെ ലിസ്റ്റിലെ എൻട്രി 82 എൻട്രി 82 അതാണ് ഇന്ത്യൻ ഭരണഘടന ഇൻകം ടാക്സ് ലെവി ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റ് അധികാരം കൊടുക്കുന്ന പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യൂഷനിലെ എൻട്രി. ശരി, എന്താണ് എൻട്രി 82 പറയുന്നത്? എൻട്രി 82 പറയുന്നത് ദ സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ദ പവർ ടു ലെവി ടാക്സസ് ഓൺ ഇൻകം, വരുമാനം, ഇൻകം അതർ ദാൻ അഗ്രികൾച്ചർ ഇൻകം അല്ലെങ്കിൽ എക്സെപ്റ്റ് അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം ഒഴികെ, കാർഷിക വരുമാനം ഒഴികെ, കൃഷി വരുമാനം ഒഴികെ, കാർഷിക വരുമാനം ഒഴികെ ബാക്കി ഏത് ഇൻകത്തിന്റെ പുറത്തും മറ്റെന്തു വരുമാനത്തിന്റെ പുറത്തും ഇൻകം ടാക്സ് ലെവി ചെയ്യാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിനാണ്. അപ്പൊ എൻട്രി 82 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലിയർലി സേസ് ദാറ്റ് സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ദ പവർ ടു ലെവി ടാക്സസ് ഓൺ ഇൻകം എക്സെപ്റ്റ് അഗ്രികൾച്ചർ ഇൻകം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. കേന്ദ്ര ഗവൺമെന്റിന് കാർഷിക വരുമാനത്തിന്റെ പുറത്ത് ടാക്സ് ലെവി ചെയ്യേണ്ട അധികാരമില്ല. കേന്ദ്ര ഗവൺമെന്റിന് ഈ കാർഷിക വരുമാനത്തിന്റെ പുറത്ത് ടാക്സ് ലെവി ചെയ്യാൻ അധികാരമില്ലാത്തത് കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 246 സെവൻത് ഷെഡ്യൂൾ ലിസ്റ്റ് 1 എൻട്രി 82 പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ദ പവർ ടു ലെവി ടാക്സസ് ഓൺ ഇൻകം അതർ ദാൻ അഗ്രികൾച്ചർ ഇൻകം. അപ്പൊ അഗ്രികൾച്ചർ ഇൻകം, കാർഷിക വരുമാനം എന്തുകൊണ്ട് മാറ്റി കൊടുത്തു? അതിന്റെ റീസൺ കാർഷിക വരുമാനത്തിന്റെ പുറത്ത് ടാക്സ് ലെവിയുടെ അധികാരം സംസ്ഥാനത്തിന് കൊടുത്തു, ഡെലിഗേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന് ഒഴിവാക്കിയത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഇൻകം ടാക്സ് ആക്ട് 1961 1961 ആദായ നികുതി നിയമം, ആ ഇൻകം ടാക്സ് ആക്ട് ഒരു കാരണവശാലും കാർഷിക വരുമാനത്തിന്റെ പുറത്ത് ലെവി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ കാർഷിക വരുമാനത്തിന് ഇൻകം ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ കാർഷിക വരുമാനത്തിന് ഇൻകം ടാക്സ് കൊടുക്കണ്ടെന്ന് പറയുന്നതിനുള്ള റീസൺ എന്താ? ഭരണഘടന സമ്മതിച്ചില്ല, അധികാരം കൊടുത്തില്ല, അതുകൊണ്ട് നിയമം നിർമ്മിക്കാൻ പറ്റത്തില്ല. നൗ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻകം ടാക്സ് ആക്ട് 1961 ഉണ്ടല്ലോ, അതിൽ ഞാൻ 290 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ 10ാമത്തെ സെക്ഷൻ ഇപ്പോഴേ ഓർത്തിരിക്കണം. ഇനി അങ്ങോട്ട് നമ്മുടെ ഈ പറയുന്ന സബ്ജക്റ്റിന്റെ ജേർണിയിൽ ത്രൂ ഔട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറുന്ന സെക്ഷനാണത്. 10ാമത്തെ സെക്ഷൻ ആക്ടിലെ, ഇൻകം ടാക്സ് ആക്ടിലെ, ഞാനിപ്പോൾ ഇനി മുതൽ എപ്പോഴെങ്കിലും ആക്ട് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കണം, ഇൻകം ടാക്സ് ആക്ട് ആണ്. ആക്ടിലെ 10ാമത്തെ സെക്ഷൻ ഒരു ഇൻകത്തിനെ ടാക്സിൽ നിന്ന് ഒഴിവാക്കപ്പെടണമെങ്കിൽ ആ ഇൻകത്തിനെ കൊണ്ടുവന്ന് സെക്ഷൻ 10 ലിസ്റ്റ് ചെയ്യണം. അപ്പൊ സെക്ഷൻ 10 എക്സംഷൻസ് എന്ന് നമ്മൾ പറയും. എക്സംഷൻസ്. അപ്പം എന്താണ് എക്സംഷൻസ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കുക, ഇൻകം ടാക്സ് ആക്ടിനകത്ത് നിന്ന് ഒരു പർട്ടിക്കുലർ ഇൻകത്തിന് ടാക്സ് ലെവി ചെയ്യാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ടാക്സ് ലെവി ചെയ്യാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടി ആ ഇൻകത്തിനെ കൊണ്ട് എന്താ പറയുക ഇടുന്ന അല്ലെങ്കിൽ പുട്ട് ചെയ്യുന്ന സെക്ഷന്റെ പേരാണ് സെക്ഷൻ 10 എക്സംഷൻസ്. EMPTIONS ആണ്, എക്സംഷൻ ആണ്, എക്സെപ്ഷൻ അല്ല, എക്സംഷൻ. അപ്പോൾ ആ സെക്ഷൻ 10ന്റെ ഒന്നാമത്തെ സബ്സെക്ഷൻ, സെക്ഷൻ 10 സബ്സെക്ഷൻ 1 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 1961 which clearly says that agriculture income is exempt from tax. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 10ന്റെ സബ്സെക്ഷൻ 1 പ്രകാരം കാർഷിക വരുമാനം, അഗ്രികൾച്ചർ ഇൻകത്തിനെ ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? റീസൺ ഇന്ത്യൻ ഭരണഘടന പെർമിഷൻ കൊടുത്തില്ല, അതുകൊണ്ടാണ്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസന്റ് പെർമിറ്റ് ദ സെൻട്രൽ ഗവൺമെന്റ് ടു ലെവി ടാക്സ് ഓൺ ഇൻകം, especially agriculture income. That is why section 10 subsection 1 of the Income Tax Act 1961 says that agriculture income from India is exempted. Remember, Indian ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലാണ്, പുറത്തല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലാണ്. ഇന്ത്യക്കകത്തുള്ള ഇൻകം ടാക്സിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയിൽ പറയുവാണ് അഗ്രികൾച്ചർ ഇൻകത്തിനെ ഒഴിവാക്കാൻ. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കണം, അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ, അല്ലാതെ അഗ്രികൾച്ചർ ഇൻകം എക്സംപ്റ്റഡ് എന്ന് പഠിക്കരുത്, തെറ്റാണ്. അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ ഈസ് എക്സംപ്റ്റഡ്. വിദേശ രാജ്യത്ത് നിന്ന് അഗ്രികൾച്ചർ ഇൻകം കിട്ടിയാൽ ആ ഇൻകം കിട്ടുന്ന വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് നിയമത്തിൽ. ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് റെസിഡന്റ് ആണെങ്കിൽ വിദേശ രാജ്യത്തുള്ള അഗ്രികൾച്ചർ ഇൻകത്തിന് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ ഈസ് എക്സംപ്റ്റഡ്, അത് പ്രത്യേകം ഓർത്തിരിക്കണം. അവിടെ ആ ഇന്ത്യ എന്നുള്ള പോയിന്റ് വിട്ടുപോകരുത്. അഗ്രികൾച്ചർ ഇൻകം എന്ന് മാത്രം പഠിക്കരുത്. അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ, അഗ്രികൾച്ചർ ഇൻകം ഏൺഡ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആക്ടിവിറ്റി ക്യാരിഡ് ഔട്ട് ഇൻ ഇന്ത്യ, അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ എക്സംപ്റ്റഡ്, എക്സംപ്റ്റഡ്, എക്സംപ്റ്റഡ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 1. ഭരണഘടനയിൽ നിന്ന് അധികാരം കിട്ടി, കോൺസ്റ്റിറ്റ്യൂഷന്റെ പവർ കിട്ടി. എവിടുന്ന് പവർ കിട്ടി? ആദ്യം ആർട്ടിക്കിൾ 265 പ്രാധാന്യം പറഞ്ഞു. രണ്ടാമത് ആർട്ടിക്കിൾ 246 പോയി. ആർട്ടിക്കിൾ 246 നമ്മൾ ചെന്നപ്പോൾ അവിടെ അവർ പറഞ്ഞു 7ാമത്തെ ഷെഡ്യൂളിൽ പോകാൻ, ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ. നമ്മൾ 7ാമത്തെ ഷെഡ്യൂളിൽ പോയി. അവിടെ അപ്പോൾ പറഞ്ഞ് ലിസ്റ്റിൽ ചെല്ലാൻ. ലിസ്റ്റ് 1 ചെന്നു. അവിടുത്തെ എൻട്രി 82 അധികാരം കൊടുത്തു. സെൻട്രൽ ഗവൺമെന്റ് നിയമം നിർമ്മിച്ചു. ആ നിയമത്തിന്റെ പേരാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻകം ടാക്സ് ആക്ട് 1961, 1961 ആദായ നികുതി നിയമം, നമ്മുടെ സബ്ജക്ട്. ആ ഇൻകം ടാക്സ് ആക്ട് 1961 298 സെക്ഷൻസും 14 ഷെഡ്യൂളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ 298 സെക്ഷൻസും 14 ഷെഡ്യൂളുമുള്ള ഇൻകം ടാക്സ് ആക്ട്
എവിടെയാണ് പാസ്സാക്കിയത്? നമുക്കറിയാം ആക്ട് എവിടെയാണ് പാസ്സാക്കുന്നത്? നിയമം പാസ്സാക്കുന്ന പാർലമെന്റിലാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് പാർലമെന്റിലാണ്. അപ്പോൾ പാർലമെന്റിൽ നിയമം, പാർലമെന്റിന് അധികാരം എവിടെ നിന്ന് കിട്ടി? ഭരണഘടനയിൽ നിന്ന് കിട്ടി. അങ്ങനെ പാർലമെന്റ് നിയമം പാസ്സാക്കി. 1961 ഫസ്റ്റ് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് ഇൻകം ടാക്സ് ആക്ട് 1961. അതിനു മുമ്പ് പണ്ട് സൂപ്പർ ടാക്സ് എന്നൊക്കെ പറഞ്ഞ ടാക്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആധുനിക രൂപമാണ് ഇൻകം ടാക്സ് ആക്ട് 1961 ഫസ്റ്റ് ഏപ്രിൽ മുതൽ നിലവിൽ വന്ന നിയമം. അപ്പോൾ ഏതൊരു ആക്ട് നിർമ്മിക്കണമെങ്കിലും പാർലമെന്റിനാണ് അധികാരം. പാർലമെന്റിന് നിയമം നിർമ്മിക്കാൻ അല്ലെങ്കിൽ ആക്ട് ഉണ്ടാക്കാൻ അധികാരം വേണമെങ്കിൽ ഭരണഘടനയിൽ പറയണം. ഭരണഘടനയിൽ എവിടെ പറഞ്ഞു എന്ന് നമ്മളിപ്പോൾ നോക്കി. അവിടെ എന്താണ് ഉള്ളടക്കം നമ്മൾ നോക്കി. സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ദ പവർ ടു ലെവി ടാക്സ് ഓൺ ഇൻകം അതർ ദാൻ അഗ്രികൾച്ചർ ഇൻകം. അതുകൊണ്ട് ഈ നിയമം നിർമ്മിച്ചപ്പോൾ തന്നെ നിയമത്തിനകത്ത് 10 എന്നൊരു സെക്ഷൻ മാറ്റിവെച്ചു. ഏതൊക്കെ ഇൻകത്തിനാണോ ഗവൺമെന്റ് ടാക്സ് ലെവി ചെയ്യാൻ ഉദ്ദേശിക്കാത്തത്, അത് ഗവൺമെന്റിന് അധികാരമില്ലാത്തത് കൊണ്ടാവാം, പൊതുജന താല്പര്യാർത്ഥമാവാം, മറ്റു പല റീസൺസ് കൊണ്ട് ചില ഇൻകത്തിന് ടാക്സ് ലെവി ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഇൻകത്തിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച സെക്ഷനാണ് 10. ആ സെക്ഷൻ 10ന്റെ ആദ്യത്തെ സബ്സെക്ഷൻ തന്നെ അഗ്രികൾച്ചർ ഇൻകം ആണ് പറഞ്ഞിരിക്കുന്നത്. അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ ഈസ് എക്സാംപ്റ്റഡ് ആസ് പെർ സെക്ഷൻ 10 സബ്സെക്ഷൻ 1. അപ്പോൾ കുട്ടികളെ, നമ്മൾ ഇനി കുറച്ച് മുമ്പോട്ട് പോവാണ്. ഈ ഇൻകം ടാക്സ് ആക്ട് 1961 പാർലമെന്റ് പാസ്സാക്കി. എപ്പോഴും ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ആ നിയമത്തിനകത്ത് ആ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിയമത്തിൽ പറയുകയുള്ളൂ. നിയമത്തിൻ്റെ പ്രൊസീജിയേഴ്സോ അതിൻ്റെ റെഗുലേഷൻസോ സ്റ്റെപ്പുകളോ അതിൻ്റെ ഡേ ടു ഡേ പ്രൊസീജിയറുകളോ ഇതൊന്നും ഒരിക്കലും അതിനകത്ത് പറയില്ല, സാധാരണ പറയാറില്ല. നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രൊവിഷനെ പറയുള്ളൂ, അല്ലെങ്കിൽ ആ നിയമത്തിൻ്റെ കാതലായ കാര്യം മാത്രമേ പറയുള്ളൂ. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് പ്രൊസീജിയറുകളുടെ ആവശ്യം വേണ്ടി വരുന്നത്. അപ്പോൾ എവിടെയെല്ലാം നിയമം നിർമ്മിക്കുമോ അവിടെയെല്ലാം ആ നിയമത്തിൻ്റെ തൊട്ടു പുറകിൽ നിന്ന് ആ നിയമത്തിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി തൊട്ടു ബാക്കിൽ നിന്ന് ഒരു സെറ്റ് സാധനങ്ങൾ ഉണ്ടാക്കും. ആ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ പേരാണ് റൂൾസ്. അപ്പം നിയമവും റൂളും, ആക്ടും റൂളും രണ്ടും രണ്ടാണ്. പക്ഷേ രണ്ടും രണ്ടെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, രണ്ടും ഒരുമിച്ചാണ് പോകുന്നത്. ആക്ടിനെ സപ്പോർട്ട് ചെയ്യാനാണ് റൂള്. അപ്പോൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, റൂൾ ഒരിക്കലും ആക്ടിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഏറ്റവും പവർഫുൾ ആക്ട് തന്നെയാണ്, അത് പാർലമെന്റ് നിയമമായി പാസ്സാക്കുന്നതാണ്. നമുക്കറിയാം, ഇൻകം ടാക്സിനെ സംബന്ധിച്ച് സാധാരണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു, അത് പാസ്സാക്കി കഴിയുമ്പോൾ ബില്ലാകുന്നു, നമ്മുടെ പ്രസിഡന്റിന് സൈൻ ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കുന്നു, ഓണറബിൾ പ്രസിഡന്റ് സൈൻ ചെയ്ത് കഴിയുമ്പോൾ അത് ആക്ട് ആവുന്നു. ഇങ്ങനെയാണ് ആക്ട്. പക്ഷെ റൂൾ അങ്ങനെയല്ല. അപ്പോൾ ഇൻകം ടാക്സിന്റെ ആക്ടിനെ സപ്പോർട്ട് ചെയ്യാൻ റൂൾ വേണം. അതിനറിയപ്പെടുന്ന പേരാണ് ഇൻകം ടാക്സ് റൂൾസ് 1961. അതും ഇടയ്ക്കിടയ്ക്ക് അമെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻകം ടാക്സ് റൂൾ, ഈ റൂൾ നിർമ്മിക്കുന്നത് ആരാണ്? റൂൾ നിർമ്മിക്കുന്നത് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആണ്, CBDT എന്ന് പറയും. അവരാണ് നമ്മുടെ ഇന്ത്യക്കകത്ത് ഇൻകം ടാക്സിന്റെ റൂൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ആക്ടിനെ സപ്പോർട്ട് ചെയ്യാനാണ് റൂള്. റൂൾ ഒരിക്കലും ആക്ടിന് കോൺട്രഡിക്ടറി ആയിട്ട് വരാൻ പാടില്ല. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 298 സെക്ഷൻസ്, 14 ഷെഡ്യൂള്, തൊട്ടുപുറകിൽ സപ്പോർട്ട് ചെയ്യാൻ റൂള്. നിങ്ങൾ നോക്കൂ, എവിടെയെല്ലാം ആക്ട് ഉണ്ട് അവിടെയെല്ലാം റൂൾ കാണും, ഷുവറാണ്. കാരണം ആക്ടിനെ സപ്പോർട്ട് ചെയ്യാൻ റൂൾ വേണം. റൂളിലാണ് പ്രൊസീജിയേഴ്സും ബാക്കി റെഗുലേഷൻസ് ഒക്കെ പറയുന്നത്. ആക്ടിൽ മെയിൻ പ്രൊവിഷൻ മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ ആക്ടിനെ സപ്പോർട്ട് ചെയ്യാനേ റൂൾ ഇരിക്കാവൂ. റൂൾ ഒരിക്കലും ആക്ടിനെ ഓവർടേക്ക് ചെയ്യരുത്. ആക്ട് വന്നു, റൂൾ വന്നു. ഇനി ആക്ടിലും റൂളിലും പല സ്ഥലങ്ങളിലും ചില പ്രൊസീജിയറുകൾ സൈലന്റ് ആയിട്ട് അവർ പറയത്തില്ല. എന്നിട്ട് അവിടെ കാലാകാലങ്ങളായി സമയാസമയം പറയാനുള്ള ചില കാര്യങ്ങളുണ്ടാവും. എപ്പോഴും സ്ഥായിയായിട്ട് നിൽക്കാത്ത കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള ഏരിയകളിൽ ആക്ടിലും റൂളിലും അവരൊരു സ്പേസ് ഇടും. എന്നിട്ട് അവിടെ അവർ പറയും വിച്ച് വിൽ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓർ വിച്ച് വിൽ ബി നോട്ടിഫൈഡ് ബൈ ഗവൺമെന്റ് എന്ന് പറയും. അപ്പോൾ നോർമലി ഗവൺമെന്റ് അടുത്ത് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഐറ്റമാണ് നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ ആക്ട് ആരാണ് പാസ്സാക്കുന്നത്? പാർലമെന്റ്. ആക്ടിനെ പുറകെ സപ്പോർട്ട് ചെയ്യാൻ എന്താ വരുന്ന റൂള്? ആ റൂളിന്റെ പേരെന്താ? ഇൻകം ടാക്സ് റൂള്. നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ ഇൻകം ടാക്സ് റൂള്. ഇനി ആക്ടിനും റൂളും കൂടാതെ പിന്നെ വരുന്ന എന്തുവാ? നോട്ടിഫിക്കേഷൻസ്. നോട്ടിഫിക്കേഷൻ ആരാ ഇഷ്യൂ ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യാം, അത് CBDTയും ഇഷ്യൂ ചെയ്യാം. CBDT എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ ഫിനാൻസ് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. ഈ മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ തൊട്ടു താഴെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ വകുപ്പ്. മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ ഹെഡ് ആരാ? ഫൈനാൻസ് മിനിസ്റ്റർ. അപ്പോൾ ഫൈനാൻസ് മിനിസ്റ്റർ, ധനമന്ത്രി ഇരിക്കുന്ന ഫിനാൻസ് മിനിസ്ട്രി, അതിന്റെ തൊട്ടു താഴെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ. ആ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂവിന്റെ താഴെ അതിന്റെ കീഴിൽ 2 ബോർഡുകളുണ്ട്, സുപ്രധാന ബോർഡുകളാണ്. ഒന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്, ചുരുക്കത്തിൽ CBDT എന്ന് പറയും, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. 2 CBEC, സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ്. അപ്പോൾ CBDT, CBEC അങ്ങനെ 2 ബോർഡുകളുണ്ട്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയും. പണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്ന് പറഞ്ഞത് ഇപ്പോൾ അതിനറിയപ്പെടുന്ന പേര് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് എന്നാണ്. CBIT എന്ന് പറയും, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ്.
അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് CBDTയും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് CBICയും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ബോർഡുകൾ. ഇവരാർക്കാ റിപ്പോർട്ട് ചെയ്യുന്ന? ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ആർക്ക് റിപ്പോർട്ട് ചെയ്യും? ദാറ്റ് ഈസ് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് പാർട്ട് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ CBDTയുടെ ജോബ് എന്താ? ഇൻകം ടാക്സ് ആക്ടിന്റെ എക്സിക്യൂഷൻ ആണ്. ഡയറക്ട് ടാക്സിന്റെ എക്സിക്യൂഷൻ, അത് എക്സിക്യൂട്ട് ചെയ്ത് ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റ് ഏൽപ്പിക്കുക, അതാണ് അവരുടെ ജോബ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം ടാക്സിലെ അതോറിറ്റി എന്ന് പറയുന്നത് CBDT ആണ്. ആ CBDT കീഴിൽ നമ്മുടെ ഓഫീസേഴ്സ് ഉണ്ട്, അവരുടെ സ്ട്രക്ചർ ഉണ്ട്. IPCC ലെവലിൽ നമുക്ക് അത്രയും പഠിക്കാനില്ല. ചീഫ് കമ്മീഷണർ ഉണ്ട്, ഡയറക്ടർ ജനറൽ ഉണ്ട്, ചീഫ് കമ്മീഷണർ താഴെ അഡീഷണൽ കമ്മീഷണർ വരാം, കമ്മീഷണർ താഴെ ജോയിന്റ് കമ്മീഷണർ വരാം, അസിസ്റ്റന്റ് കമ്മീഷണർ വരാം, ഡെപ്യൂട്ടി കമ്മീഷണർ വരാം, ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വരാം, ഇൻസ്പെക്ടേഴ്സ്, അങ്ങനെ അതിനകത്ത് അതോറിറ്റി ഉണ്ട്. നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇന്റർമീഡിയറ്റ് ലെവലിൽ പഠിക്കേണ്ട കാര്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ്, ആക്ടിനെ സപ്പോർട്ട് ചെയ്യാൻ റൂളിനെ സപ്പോർട്ട് ചെയ്യാൻ തൊട്ട് ബാക്കിൽ അടുത്ത് വരുന്ന ആക്ടിനെയും റൂളിനെയും സപ്പോർട്ട് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത് ഈ ഇൻകം ടാക്സ് ആക്ടിലെ ചില സെക്ഷൻസിനകത്തോ റൂളിനകത്തോ നോട്ടിഫിക്കേഷനകത്തോ ഒക്കെ ചില വ്യക്തികൾക്ക് അല്ലെങ്കിൽ അസസിക്ക് സംശയങ്ങൾ വരാം. അപ്പൊ അങ്ങനെ സംശയങ്ങൾ വരുമ്പോൾ അവരുടെ സംശയങ്ങൾ ക്ലാരിറ്റി വരുത്തി കൊടുക്കാനും ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഓഫീസേഴ്സിന്, ഇത് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഓഫീസേഴ്സിന് ചില കാര്യങ്ങളിൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുമ്പോൾ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി CBDT ഇഷ്യൂ ചെയ്യുന്ന അടുത്ത ഐറ്റമാണ് സർക്കുലർ എന്ന് നമ്മൾ പറയുന്ന സാധനം, സർക്കുലേഴ്സ്. അപ്പോൾ ആക്ട്, റൂള്, നോട്ടിഫിക്കേഷൻസ്, സർക്കുലേഴ്സ്. ഇതിൽ ആക്ടിൽ നമുക്കറിയാം 298 സെക്ഷൻ എല്ലാം നമുക്ക് പഠിക്കാനില്ല, വളരെ കുറച്ച് സെക്ഷൻസ് നമുക്ക് പഠിക്കാനുള്ളത്. 2 റൂള്, ഒരുപാട് റൂളും നമുക്ക് പഠിക്കാനില്ല, കുറച്ച് റൂളുകൾ ചില ചാപ്റ്റേഴ്സിൽ റിലവൻ്റ് ആയിട്ട് വരുന്ന റൂൾസ് മാത്രം നമുക്ക് പഠിക്കാനുണ്ട്, നമ്മളത് പഠിക്കും. 3 നോട്ടിഫിക്കേഷൻ, ഒരുപാടൊന്നുമില്ല, ചില നോട്ടിഫിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ സർക്കുലറാണ്. സർക്കുലറും ഈ പറഞ്ഞ ഒരുപാട് സർക്കുലർ ഇൻകം ടാക്സിലുണ്ട്, CBDT ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആ സർക്കുലേഴ്സിനകത്തുള്ള ഒരു പിടി സർക്കുലേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്, CBDT സർക്കുലേഴ്സ്. ഇനി ആക്ട്, റൂള്, നോട്ടിഫിക്കേഷൻ, സർക്കുലർ, ഇത്രേ ഉള്ളോ? ഇല്ല. ഇനി ഇതിലൊന്നും തീരാതെ ചില ഡിസ്പ്യൂട്ടുകൾ വരാം. അങ്ങനെ ഡിസ്പ്യൂട്ടുകൾ വരുമ്പോൾ നമ്മൾ കോടതിയെ സമീപിക്കും. അങ്ങനെ കോടതിയെ സമീപിക്കുമ്പോൾ അവിടെ കേസ് ഉണ്ടാവും. അപ്പോൾ കേസ് ഉണ്ടാകുമ്പോൾ കോടതി അവസാനം ഒരു തീരുമാനം പറയും. അതിനെ നമ്മൾ കേസ് ലോ എന്ന് പറയും, അല്ലെങ്കിൽ ലീഗൽ ഡിസിഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ജുഡീഷ്യൽ റൂളിംഗ് എന്ന് പറയും. ഇപ്പോൾ ജുഡീഷ്യൽ റൂളിംഗ് മീൻസ് ഹൈക്കോടതി, സുപ്രീം കോടതി, പിന്നെ നമ്മുടെ ട്രൈബ്യൂണൽസ്, ടാക്സ് ട്രൈബ്യൂണൽ, ഇൻകം ടാക്സ് അപ്പല്ലറ്റ് ട്രൈബ്യൂണൽ, അതുപോലെ അപ്പല്ലറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ആൾക്കാർ, കമ്മീഷണർ അപ്പീൽ എന്ന് പറയും. അപ്പം അപ്പീലിൽ നമ്മൾ പോകുന്നു, അപ്പീലിൽ വിധി പറയുന്നു, കമ്മീഷണർ അപ്പീൽ വിധി പറയാം, ഇൻകം ടാക്സ് അപ്പല്ലറ്റ് ട്രൈബ്യൂണൽ വിധിന്യായം പറയാം, ഡിസിഷൻ പറയാം, ഹൈക്കോടതി വിധിന്യായം പറയാം, ഓണറബിൾ സുപ്രീം കോടതി വിധിന്യായം പറയാം. അപ്പോൾ കോടതികൾ പറയുന്ന ആ തീർപ്പ് കൽപ്പിക്കുന്ന ആ ഡിസിഷൻ, അതിനെയാണ് നമ്മൾ കോർട്ട് റൂളിംഗ് അല്ലെങ്കിൽ ജുഡീഷ്യൽ റൂളിംഗ് അല്ലെങ്കിൽ ലീഗൽ ഡിസിഷൻസ് അല്ലെങ്കിൽ കേസ് ലോ എന്ന് പറയും. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ഏരിയ. ബട്ട് ഇന്റർമീഡിയറ്റ് ലെവലിൽ നമ്മൾ ഒരു കാരണവശാലും കേസ് ലോ ഡീപ്പിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ബട്ട് ഫൈനൽ ആംഗിളിൽ വരുമ്പോൾ നമ്മൾ കേസ് ലോസിലേക്ക് ഡീപ്പായിട്ട് പോകേണ്ടി വരും. അപ്പം ഞാൻ ഇത്രയും സമയം പറഞ്ഞ എന്തുവാ സാറേ? സാർ ഇതെന്തുവാ സാർ ഇത്രയും സമയം പറഞ്ഞ എന്തുവാ? ഈ പറഞ്ഞ ആക്ട്, റൂള്, നോട്ടിഫിക്കേഷൻ, സർക്കുലർ, കേസ് ലോ, ഇതെന്തോ സാർ? ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഴ്സസ് ഓഫ് ഇൻകം ടാക്സ് ലോ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ദ കമ്പോണൻറ്റ്സ് ഓഫ് ഇൻകം ടാക്സ് ലോ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ബോഡി ഓഫ് ടാക്സ് ലോ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇൻകം ടാക്സ് ലോയിലൊക്കകത്ത് എന്തൊക്കെ കമ്പോണന്റ് ഉണ്ട്, അതിനകത്ത് എന്തൊക്കെ സോഴ്സുകളുണ്ട്, നിയമം, ഓവറോൾ ഇൻകം ടാക്സ് ലോ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയണം. ആക്ട് അറിയണം, റൂൾ അറിയണം, നോട്ടിഫിക്കേഷൻ അറിയണം, സർക്കുലർ അറിയണം, നമ്മുടെ കോടതികളുടെ ഡിസിഷൻ, കോർട്ട് റൂളിംഗ്, ജുഡീഷ്യൽ റൂളിംഗ് അറിയണം. ഇത്രയും ചെയ്യുന്നതാണ് സോഴ്സസ് ഓഫ് ഇൻകം ടാക്സ് ലോ. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പ്രധാനമായി ഓർത്തിരിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് ദി ലെവി ഓഫ് ഇൻകം ടാക്സ് ലോ ആണ്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 246 7ാമത്തെ ഷെഡ്യൂൾ 1ാമത്തെ ലിസ്റ്റ് 82ാമത്തെ ഐറ്റം, സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ദ പവർ ടു ലെവി ദ ടാക്സസ് ഓൺ ഇൻകം എക്സെപ്റ്റ് അഗ്രികൾച്ചർ ഇൻകം. അഗ്രികൾച്ചർ ഇൻകത്തിന് ടാക്സ് ലെവി ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റ് അധികാരമില്ലാത്തത് കൊണ്ട് ഇൻകം ടാക്സ് ആക്ട് നിർമ്മിച്ചപ്പോൾ 10 എന്ന് പറയുന്ന സെക്ഷൻ എക്സംപ്റ്റ് ചെയ്യുന്ന ഇൻകത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ അതിനകത്തുള്ള ആദ്യത്തെ സബ്സെക്ഷൻ തന്നെ അഗ്രികൾച്ചർ ഇൻകത്തിന് വേണ്ടി മാറ്റിവെച്ചു. സെക്ഷൻ 10 സബ്സെക്ഷൻ 1 അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ ഈസ് എക്സംപ്റ്റഡ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഈ ലോ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻകം ടാക്സ് എക്സംപ്റ്റ് ചെയ്യുമെന്ന് പറയുമെങ്കിലും ഒരു കംപ്ലീറ്റ് എക്സംപ്ഷൻ ഒന്നും അല്ല കൊടുക്കുന്നത്. ആ ഇൻകം ടാക്സ് അഗ്രികൾച്ചർ ഇൻകത്തിന് മൊത്തം എക്സംപ്ഷൻ എന്ന് പറഞ്ഞാലും അഗ്രികൾച്ചർ ഇൻകം കൂടി പരിഗണിച്ചിട്ടാണ് പലപ്പോഴും ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. എന്നുവെച്ചാൽ പ്രത്യക്ഷത്തിൽ അതിന് ടാക്സ് കൊടുക്കുന്നില്ലെങ്കിലും അഗ്രികൾച്ചർ വരുമാനം നമ്മൾ കൊടുക്കുന്ന ടാക്സിനെ സ്വാധീനിക്കും. അഗ്രികൾച്ചർ ഇൻകം ഒരുപാടുള്ള വ്യക്തിയെ സംബന്ധിച്ച് നോർമലി കൊടുക്കേണ്ട ഇൻകം ടാക്സ്
കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അതിനെ മെത്തേഡ് ഓഫ് ആഗ്രിഗേഷൻ എന്ന് പറയും. ഇപ്പോൾ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട, നമ്മൾ ബാക്കി ഹെഡ്സ് ഒക്കെ പഠിച്ച് തീർന്നതിന് ശേഷം അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഡീപ്പായിട്ട് പോകുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി വിശാലമായി പഠിക്കും. അതിൻ്റെ ന്യൂമറിക്കൽ കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ നോക്കും. അപ്പം അത് അങ്ങനെ ഒരു സൈഡ് ഉണ്ട്. എങ്കിലും അത് ഇൻഡിവിജ്വൽസിനും HUFനുമാണ്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഈ രണ്ട് കൂട്ടർക്കാണ് ഇൻകം ടാക്സ് കാണുന്ന സമയത്ത് അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ മെത്തേഡ് ഓഫ് ആഗ്രിഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാവർക്കും ഇല്ല. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ പഠിക്കും. തൽക്കാലം അതിനെപ്പറ്റി വറി ചെയ്യേണ്ട, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ ഈസ് എക്സംപ്റ്റഡ് സെക്ഷൻ 10 സബ്സെക്ഷൻ 1. വളരെ ശ്രദ്ധിക്കണം. അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ ഈസ് എക്സംപ്റ്റഡ് സെക്ഷൻ 10 സബ്സെക്ഷൻ 1. ഇത്രയുമാണ് ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ അറിയാനുള്ളത്. ഇനി ബേസിക് ആയിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ഈ സബ്ജക്റ്റിൽ ഇൻകം ടാക്സിൽ പ്രധാനമായും നമ്മൾ കവർ ചെയ്യുന്നത് 1 മുതൽ 9 വരെയുള്ള സെക്ഷൻസ് ആണ്. ആക്ടിലെ സെക്ഷൻ 1 മുതൽ 9 വരെയുള്ള സെക്ഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ആംഗിളിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. ഈ 1 മുതൽ 9 ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും എടുക്കുക. 1 മുതൽ 4 വരെ ആദ്യത്തെ സെഷൻ, 2 5 മുതൽ 9 വരെ രണ്ടാമത്തെ സെഷൻ. ഈ 2 സെഷനോട് കൂടി നമ്മുടെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ബേസിക് എന്നുള്ള ഇൻകം ടാക്സ് സബ്ജക്റ്റിന്റെ ബേസിക്സ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. 1 മുതൽ സെക്ഷൻ 4 വരെ, അടുത്ത് 5 മുതൽ 9 വരെ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ചെറിയ സെഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്? നമ്മുടെ രാജ്യത്ത് നികുതി എന്ന് പറയുന്ന ടാക്സ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഇന്റർനാഷണലി 2 തരത്തിലുണ്ട് കേട്ടോ, ഇന്ത്യ മാത്രമല്ല, ലോകം മൊത്തത്തിൽ 2 തരത്തിലുണ്ട്. ഒന്ന് നേരിട്ടുള്ള നികുതി ഡയറക്റ്റ് ടാക്സ്, 2 ഇൻഡയറക്റ്റ് പരോക്ഷമായിട്ടുള്ള നികുതി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് 2 എണ്ണമാണ് ഇപ്പം ഇന്ത്യയിൽ നിലവിലുള്ളത്. ഒന്ന് നമുക്കറിയാം, ഇൻകം ടാക്സ് ആക്ട് 1961 അല്ലെങ്കിൽ ഇൻകം ടാക്സ്. 2 ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ അസറ്റ്. നമ്മുടെ സിലബസിൽ ഇല്ല. 2 ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സിൽ ഒരുപാടുണ്ട്. സെൻട്രൽ എക്സൈസ് ഉണ്ട്, അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, VAT ഉണ്ട്, CST എന്നൊരു സാധനമുണ്ട്, സെൻട്രൽ സെൽ ടാക്സ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് ടാക്സ് GST. അപ്പോൾ ഇത് GST ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തന്നു. ഡയറക്റ്റ് ടാക്സ് നേരിട്ട് ഇൻകമോ അസറ്റോ ഏൺ ചെയ്യുന്ന വ്യക്തിയുടെ പുറത്ത് നേരിട്ട് ചുമത്തുകയാണ്. അയാൾക്ക് വേറൊരാളുടെ തലയിലോട്ട് ലൈബിലിറ്റി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സിൽ ലൈബിലിറ്റി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് സപ്ലയറോ അല്ലെങ്കിൽ മാനുഫാക്ചററോ ആരാണോ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്ന ആള്, ആ സപ്ലയർ റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഗവൺമെന്റിന് കൊടുക്കുകയാണ്. അപ്പോൾ സപ്ലയർ ഈസ് ആക്ടിങ് ആസ് ആൻ ഏജന്റ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന് വേണ്ടി സപ്ലയർ ആണ് ടാക്സ് കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ് കൺസ്യൂമർ നേരിട്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നില്ലെങ്കിലും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സെല്ലിംഗ് പ്രൈസിനോടൊപ്പം കൺസിഡറേഷനോടൊപ്പം അവൻ കൊടുക്കുന്ന പർച്ചേസ് കൺസിഡറേഷനകത്ത്, ആ പർച്ചേസ് പ്രൈസിനകത്ത് ടാക്സ് ഇൻക്ലൂഡഡ് ആണ്. ആ ടാക്സും കൂടെ ചേർത്താണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ കളക്ട് ചെയ്യുന്ന ഈ ടാക്സ് ഏജന്റ് എന്നുള്ള നിലയിൽ സപ്ലയർ ഗവൺമെന്റ് അടയ്ക്കുവാണ്. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് 2 ടൈപ്പ് ഓഫ് ടാക്സസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഡയറക്റ്റ് ടാക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സ് ആണ് ഇൻകം ടാക്സ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഉള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കി. അതിനു മുമ്പ് എന്തിനാണ് ടാക്സ് എന്ന് ഞാൻ പറഞ്ഞു. ടാക്സ് എന്ന് പറഞ്ഞാൽ നികുതിയാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ടാക്സ് ആണ്. വരുമാനമില്ലാതെ ഗവൺമെന്റ് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ ആണ്. ഏതൊരു സിറ്റിസന്റെയും ഒബ്ലിഗേഷൻ ആണ് നികുതി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാനമാണ്. നമുക്ക് പ്രതിരോധം, നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് നോക്കിയറിയാം. വരുമാനം എവിടെ നിന്നാണ് വരുന്നത്? ടാക്സിൽ നിന്നാണ്. പിന്നെയാണ് ചെലവ് പറയുന്നത്. അപ്പോൾ വരുമാനം, ഗവൺമെന്റിന്റെ വരുമാനമാണ് ടാക്സ്. ഇനി രണ്ടാമത് നമ്മൾ നോക്കിയത് എന്താ? ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൾട്ടിമേറ്റ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ അധികാരമുള്ള ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. മദർ ഓഫ് ഓൾ ലോ എന്ന് അറിയപ്പെടുന്നത്. ഈ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 265 പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ സിറ്റിസന്റെ കയ്യിൽ നിന്ന്, ഇന്ത്യക്കകത്തുള്ള ഒരു പൗരന്റെ കയ്യിൽ നിന്ന്, ഒരു ഇന്ത്യൻ പൗരന്റെ കയ്യിൽ നിന്ന് ടാക്സ് എന്ന് പറഞ്ഞ്, നികുതി എന്ന് പറഞ്ഞ് 1 രൂപ കളക്ട് ചെയ്യണമെങ്കിൽ അത് ഇന്ത്യൻ ഭരണഘടന സമ്മതിക്കണം. ഇന്ത്യൻ ഭരണഘടന സമ്മതിക്കാതെ ഒരു ടാക്സും കളക്ട് ചെയ്യരുത്. അപ്പോൾ ടാക്സ് കനോട്ട് ബി ലെവിഡ് വിത്തൗട്ട് ദി അതോറിറ്റി ഓഫ് ലോ. നിയമത്തിന്റെ അനുവാദമില്ലാതെ, നിയമത്തിന്റെ സമ്മതമില്ലാതെ ടാക്സ് 1 രൂപ പോലും ഇന്ത്യൻ സിറ്റിസണിൽ നിന്ന് കളക്ട് ചെയ്യാൻ പാടില്ല. അൺലെസ് ദി വിത്തൗട്ട് ദി പ്രോപ്പർ അതോറിറ്റി ഓഫ് ലോ ടാക്സ് കനോട്ട് ബി കളക്റ്റഡ്. അങ്ങനെ പറഞ്ഞ ആർട്ടിക്കിൾ 265 ആണ് ആർട്ടിക്കിൾ 246 ഇമ്പോർട്ടൻസ്. എന്താണ് ആർട്ടിക്കിൾ 246? നിയമം പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒക്കെ ഏതൊക്കെ വിഷയങ്ങളിൽ, ഏതൊക്കെ കാര്യങ്ങളിൽ ടാക്സ് ലെവി ചെയ്യേണ്ട നിയമം നിർമ്മിക്കാം, അതിന് അധികാരമുണ്ട്. ആ അധികാരപ്പെടുത്തിയിരിക്കുന്ന, ചുമതലപ്പെടുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ഏതൊക്കെ കാറ്റഗറിയിൽ നിയമം ഇംപ്ലിമെന്റ് ചെയ്യാം, ടാക്സ് കളക്ട് ചെയ്യാൻ നിയമം ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 246. സോ ആർട്ടിക്കിൾ 246 empowers the central government and state government to make a law to collect taxes. അപ്പോൾ ആർട്ടിക്കിൾ 246 നമ്മൾ എവിടെ പോയി? 7ാമത്തെ ഷെഡ്യൂളിലോട്ട് പോയി. ഇന്ത്യൻ ഭരണഘടന 7ാമത്തെ ഷെഡ്യൂളിൽ 3 ലിസ്റ്റ് ഉണ്ട്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2, ലിസ്റ്റ് 3. ലിസ്റ്റ് 1ലെ എൻട്രി നമ്പർ 82 ആണ് ഇൻകം ടാക്സിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 246 7th ഷെഡ്യൂൾ ലിസ്റ്റ് 1 എൻട്രി 82 എംപവേഴ്സ്, പവർ കൊടുത്തു ടു സെൻട്രൽ ഗവൺമെന്റ് ടു ലെവി
ടാക്സസ് ഓൺ ഇൻകം അതർ ദാൻ എക്സെപ്റ്റ് ഒഴികെ എക്സ്ക്ലൂഡിങ് അഗ്രികൾച്ചർ ഇൻകം. അഗ്രികൾച്ചർ ഇൻകത്തിന് ഒഴിവാക്കി. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകത്തിന് ഒഴിവാക്കിയത് കൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് കനോട്ട് ലെവി ടാക്സസ് ഓൺ അഗ്രികൾച്ചർ ഇൻകം. സോ എക്സെപ്റ്റ് അഗ്രികൾച്ചർ ഇൻകം ഓൺ ഓൾ അതർ ഇൻകം സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ദ പവർ ടു ലെവി ടാക്സസ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടന അധികാരം കിട്ടിയതനുസരിച്ച് ഗവൺമെന്റ് നിയമം നിർമ്മിച്ചു. ആദ്യം പാർലമെന്റിൽ പിന്നെ ബഡ്ജറ്റായിട്ട് കൊണ്ടുവന്നു, പിന്നെ അത് പാസ്സാക്കുന്നു, ബില്ലാകുന്നു. ബില്ല് പാർലമെന്റ് പാസ്സാക്കി കഴിയുമ്പോൾ ഇത് ബില്ലാകുന്നു. ബില്ല് ആക്ട് ആകണമെങ്കിൽ പ്രസിഡന്റ് സൈൻ ചെയ്യണം. നമ്മുടെ ഓണറബിൾ പ്രസിഡന്റ് സൈൻ ചെയ്ത് കഴിയുമ്പോൾ അത് നിയമമായി മാറുന്നു. ആ നിയമത്തിന്റെ പേരാണ് ഇൻകം ടാക്സ് ആക്ട് 1961. 1961 ഇൻകം ടാക്സ് ആക്ട് 298 298 സെക്ഷൻസ് ആർ ദയർ ആൻഡ് 14 ഷെഡ്യൂൾസ് ആർ ദയർ. Out of these 298 sections, for the IPCC angle, I just mentioned earlier, 1 മുതൽ 80 വരെയുള്ള സെക്ഷൻസും, പിന്നെ 139, 140, 190, 207, പിന്നെ 211, 212 വരെയുള്ള സെക്ഷൻസ്, ഇത്രയും ചേരുന്നതാണ് ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ടിനകത്തുള്ള IPCC ആംഗിളിൽ നമ്മൾ പഠിക്കുന്ന വർക്കിംഗ് ലെവലിലെ നമ്മുടെ സിലബസ്. ഇനി 298 സെക്ഷൻസും 14 ഷെഡ്യൂളുള്ള ഇൻകം ടാക്സ് ആക്ട് മാത്രം മതിയോ? പോരാ. അതെന്താ? ആക്ടിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയൂ, പ്രൊവിഷൻസ് മാത്രമേ പറയൂ. ആക്ടിൽ തന്നെ സെക്ഷൻസ് ഉണ്ട്, സെക്ഷൻസിന് സബ് സെക്ഷൻസ് ഉണ്ട്, സെക്ഷൻസിന്റെ താഴെ പ്രൊവിസോ എന്ന് പറയുന്ന സാധനമുണ്ട്, ചില സെക്ഷൻസിന്റെ താഴെ എക്സ്പ്ലനേഷൻ ഉണ്ട്, ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അപ്പം ആക്ടിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറയൂ. ആക്ടിനെ സപ്പോർട്ട് ചെയ്യാൻ നോർമലി പുറകിൽ നിന്ന് വരുന്ന മറ്റൊരു ഇഷ്യൂ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ്, that is known as income tax rules. So income tax act ne support ചെയ്യാൻ income tax rule, companies act ne support ചെയ്യാൻ companies rules. അപ്പോൾ FEMA act ne support ചെയ്യാൻ FEMA rules. അപ്പോൾ similarly income tax rules are framed by the central government അല്ലെങ്കിൽ CBDT ആണ്. ഇൻകം ടാക്സ് റൂൾ ഫ്രെയിം ചെയ്യുന്നത് CBDT ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് ആണ്. അതാരാണെന്ന് പറഞ്ഞു തന്നു. നമ്മുടെ അതോറിറ്റിയുടെ സ്ട്രക്ചർ ആണ് സെൻട്രൽ ഗവൺമെന്റ്, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, ഡയറക്ട് ടാക്സ്, CBDT. ആ CBDT ആണ് റൂൾസ് ഫ്രെയിം ചെയ്യുന്നത്. നെക്സ്റ്റ് ആക്ടിനെ സപ്പോർട്ട് ചെയ്യാൻ റൂൾ വന്നു. ആക്ടിനെയും റൂളിനെയും സപ്പോർട്ട് ചെയ്യാൻ തൊട്ട് പുറകിൽ നിന്ന് അടുത്ത് വേണ്ടി വരുന്ന ഒരു ഐറ്റമാണ് നോട്ടിഫിക്കേഷൻസ് സെൻട്രൽ ഗവൺമെന്റും ഇഷ്യൂ ചെയ്യാറുണ്ട്, CBDTയും ഇഷ്യൂ ചെയ്യാറുണ്ട്. രണ്ടുപേർക്കും ഇഷ്യൂ ചെയ്യാൻ പറ്റും നോട്ടിഫിക്കേഷൻ. CBDTക്കും ഇഷ്യൂ ചെയ്യും, സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യാം. ബട്ട് ആക്ട് സെൻട്രൽ ഗവൺമെന്റ്, പാർലമെന്റിന് മാത്രമേ ആക്ട് പാസ്സാക്കാൻ പറ്റും. അപ്പൊ ആക്ട്, പാർലമെന്റ്, റൂൾസ് CBDT, നോട്ടിഫിക്കേഷൻ സെൻട്രൽ ഗവൺമെന്റ് ഓർ CBDT. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് CBDT is issuing സർക്കുലേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ടിലെ ചില കാര്യങ്ങളിൽ ഡിപ്പാർട്ട്മെന്റൽ ഓഫീസേഴ്സിനോ അസസീസിനോ ഒക്കെ ഡൗട്ട് വരുമ്പോൾ അവർ പോയി ചോദിക്കുന്നു, അതിന് കൊടുക്കുന്ന ക്ലാരിഫിക്കേഷൻ ആണ് സർക്കുലറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഇഷ്യൂ ചെയ്യുന്ന CBDT ആയതുകൊണ്ട് തന്നെ ഒരിക്കലും നിയമത്തിനെയോ അല്ലെങ്കിൽ റൂളിനെയോ ഓവർ റൈഡ് ചെയ്തുകൊണ്ട് ഒരു സർക്കുലർ നിൽക്കാൻ കഴിയില്ല. സർക്കുലർ ആക്ടിന്റെ റൂളിനെ സപ്പോർട്ട് ചെയ്യാൻ തൊട്ട് പുറകിൽ നിന്ന് വരുന്നതാണ്. സർക്കുലർ ഒരിക്കലും നിയമത്തിന്റെ അത്രയും പ്രാധാന്യം സർക്കുലറിനില്ല. ഒരു സർക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ടാക്സ് പേ ചെയ്യുന്ന നികുതി ദാതാവ് അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യുന്ന അസസിക്ക് ആ സർക്കുലർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവന് ഡിസ്പ്യൂട്ട് ചെയ്യാം. സർക്കുലർ ഒരിക്കലും അസസിക്ക് ബൈൻഡിംഗ് ഒന്നുമല്ല. പക്ഷെ CBDTയുടെ കീഴിലുള്ള ഓഫീസേഴ്സ് ഉണ്ടല്ലോ, ഈ ഇൻകം ടാക്സ് നോക്കി നടത്തുന്ന ഇൻകം ടാക്സ് ഓഫീസേഴ്സ്, അവർക്ക് ഈ സർക്കുലർ ബൈൻഡിംഗ് ആണ്. അപ്പൊ സർക്കുലർ എന്ന് മനസ്സിൽ വരുമ്പോൾ ഒരു ഐഡിയ വേണം. സർക്കുലർ അസസിക്ക് മാൻഡേറ്ററി അല്ല. ഇപ്പൊ റൂൾ അസസിക്ക് മാൻഡേറ്ററിയാ, നോട്ടിഫിക്കേഷൻ മാൻഡേറ്ററിയാ, ആക്ട് ഫോളോ ചെയ്തേ പറ്റും, മാൻഡേറ്ററിയാ. പക്ഷേ ഈ പറയുന്ന സർക്കുലർ എന്ന് പറയുന്ന ഐറ്റം അസസിക്ക് കമ്പൽസറി അല്ല. അസസിക്ക് അനുകൂലമാണ്, നമുക്ക് ഫേവറബിൾ ആണെങ്കിൽ നമുക്ക് അതിന് അഡ്വാൻറ്റേജ് എടുക്കാം. ഇപ്പോൾ ഒരു സർക്കുലർ പറയുകയാണ് ആ ഇൻകം ടാക്സ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് സർക്കുലർ പറയുന്നു, അസസിക്ക് ഫേവറബിൾ ആണ്, നമുക്ക് അത് ഒഴിവാക്കാം, എടുക്കാതിരിക്കാം. പക്ഷെ അസസിക്ക് ഫേവറബിൾ അല്ല, അൺഫേവറബിൾ ആണ്, നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം, കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാം. സർക്കുലർ ബൈൻഡിങ് അല്ല അസസിക്ക്. അഡ്വാൻറ്റേജ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എടുക്കാതിരിക്കാം, ഡിസ്പ്യൂട്ടബിൾ ആണ്. ഡിസ്പ്യൂട്ട് വേണമെങ്കിൽ ഡിസ്പ്യൂട്ട് ചെയ്യാം. CBDT ആണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. അതൊരിക്കലും പാർലമെന്റിൽ പാസ്സാക്കുന്ന ഒരു നിയമത്തിന് തുല്യമല്ല. അതുകൊണ്ട് ഒരിക്കലും സർക്കുലർ പറയുന്ന കാര്യങ്ങൾ നിയമത്തിനോ റൂളിനെയോ കോൺട്രഡിക്ടറി ആയിട്ട് വരാനും പാടില്ല, അതിനെ ഓവർ റൈഡ് ചെയ്യുന്ന ആംഗിളിൽ വരാനും പാടില്ല. അപ്പൊ ആക്ട്, റൂള്, നോട്ടിഫിക്കേഷൻ, സർക്കുലർ. ഇനി ഇത് എന്താ പ്രശ്നം? ഇതിലും തീരാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാർ എവിടെ പോകുന്നു? കോടതിയിൽ പോകുമ്പോൾ കോടതി എന്ത് ചെയ്യുന്നു? തീർപ്പ് കൽപ്പിക്കുന്നു. അതിന് കോർട്ട് ലോ അല്ലെങ്കിൽ കോർട്ട് ഡിസിഷൻസ് എന്ന് പറയുന്നു, ജുഡീഷ്യൽ റൂളിംഗ് എന്ന് പറയുന്നു, ലീഗൽ ഡിസിഷൻ എന്ന് പറയുന്നു. ആ ലീഗൽ ഡിസിഷൻസും ഇൻകം ടാക്സ് ആക്ടിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നികുതി ലോയുടെ ഭാഗമാണ്. ഇത്രയും ചേർന്ന് നമ്മൾ വിളിക്കുന്ന പേര് കമ്പോണൻസ് ഓഫ് ഇൻകം ടാക്സ് ലോ, സോഴ്സസ് ഓഫ് ഇൻകം ടാക്സ് ലോ, ബോഡി ഓഫ് ഇൻകം ടാക്സ് ലോ എന്ന് പറയും. ഇനി ലാസ്റ്റ് ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ലാസ്റ്റ് ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ലോകത്തിലെ ഒട്ടും സ്ഥിരതയില്ലാത്ത നിയമം ഏതാണ്? ദ മോസ്റ്റ് അൺസ്റ്റേബിൾ ലോ ഇൻ ദ വേൾഡ്. ഒട്ടും സ്ഥിരതയില്ലാത്ത ലോകത്തിലെ നിയമം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം ഒറ്റ വാക്കി ഇങ്ങനെ പറയാം, ഇൻകം ടാക്സ് ആക്ട് ആണ്. ഇൻകം ടാക്സ് ആക്ടിന് സ്ഥിരതയില്ല. അതെന്താ സാറേ? എല്ലാ വർഷവും ഫെബ്രുവരി അവസാനം അല്ലെങ്കിൽ മാർച്ച് ബിഗിനിങ് ഒരു ബഡ്ജറ്റ് എന്നൊരു സാധനം അവതരിപ്പിക്കും നമ്മുടെ പാർലമെന്റിൽ. ബഡ്ജറ്റ് പത്രത്തിലൊക്കെ ഭയങ്കര വാർത്തയാണ്. വാരിക്കൊരു അഡ്വാൻറ്റേജ് കൊടുത്തു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ പ്രസംഗിക്കും. അതാണ് ബഡ്ജറ്റ്. അപ്പോൾ ബഡ്ജറ്റ് ഇവർ അവതരിപ്പിക്കും. ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് പാർലമെന്റ് ആ ബഡ്ജറ്റ് പാസ്സാക്കി കഴിയുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫൈനാൻസ് ബിൽ.
ഈ ഫൈനാൻസ് ബില്ലിനെ സൈൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ പ്രസിഡന്റിന് അയച്ചു കൊടുക്കുന്നു. പ്രസിഡന്റ് അതിനകത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും വയലേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ് ഒന്നും അതിനകത്ത് ഇല്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം അത് സൈൻ ചെയ്യും. സൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ആക്ടായി മാറുന്നു. ഈ അവതരിപ്പിക്കുന്ന ഫൈനാൻസ് ആക്ട് അല്ലെങ്കിൽ ബഡ്ജറ്റ് അതുവഴി എവരി ഇയർ ഇൻകം ടാക്സ് ആക്ടിനെ അവർ അമെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ വർഷവും ഇൻകം ടാക്സ് ആക്ടിൽ അമെൻമെന്റ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മോസ്റ്റ് അൺസ്റ്റേബിൾ ലോ എന്ന് വിളിക്കുന്നു? ബിക്കോസ് ഒരു വർഷം ഇതിന് ആയുസുള്ളൂ. നമ്മുടെ ഇന്ത്യ കണ്ട ടാക്സിലെ ഏറ്റവും മികച്ച ഒരു ബുദ്ധിജീവി ആയിരുന്ന മനുഷ്യനായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ നാനി പൽക്കിവാല. ഈ നാനി പൽക്കിവാല പറയുമായിരുന്നു ദ മോസ്റ്റ് അൺസ്റ്റേബിൾ ലോ ഇൻ ദ വേൾഡ്. അദ്ദേഹത്തിന്റെ വേർഡ് ഞാൻ കടമെടുത്ത് പറഞ്ഞാണ്. അദ്ദേഹം പറഞ്ഞാണ് ദ മോസ്റ്റ് അൺസ്റ്റേബിൾ ലോ ഇൻ ദ വേൾഡ് ഈസ് ഇൻകം ടാക്സ് ലോ. സത്യമാണ്. നമ്മൾ പഠിക്കുന്നു, 2 അറ്റംപ്റ്റ് പരീക്ഷ എഴുതുന്നു, അത് കഴിയുമ്പോൾ അടുത്ത ബഡ്ജറ്റ് വരുന്നു, അമെൻമെന്റ് വരുന്നു. ഇപ്പൊ തന്നെ ഓൾറെഡി നമുക്കറിയാം കൊറോണ അല്ലെങ്കിൽ COVID-19 ബന്ധപ്പെട്ട് അടുത്ത ബഡ്ജറ്റ് വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ കോവിഡ് പാക്കേജ് വന്നു. അതുപോലും ഇൻകം ടാക്സിനെ അമെൻഡ് ചെയ്യുവാണ്. പലപ്പോഴും ഓർഡിനൻസ് വഴിയോ സ്പെഷ്യൽ ഓർഡർ വഴിയോ ആക്ട് അമെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ നോക്കൂ, ഇൻകം ടാക്സ് ആക്ടിൽ ഒരു കാര്യം ഷുവറാണ്, എല്ലാ വർഷവും അമെൻമെന്റ് ഉണ്ടാവും. അപ്പൊ അമെൻമെന്റ് വരുമ്പോൾ ആ എവിടെയാണ് ഏത് സെക്ഷനിലാണ് അമെൻമെന്റ് വരുന്നത് അത് അനുസരിച്ച് ഈ ഫൈനാൻസ് ആക്ട് പ്രകാരം ആ സെക്ഷൻ ഓട്ടോമാറ്റിക്കലി അമെൻഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എവരി ഇയർ ദർ വിൽ ബി അമെൻമെന്റ്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ടിനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ ഇത്രയുമാണ്. അപ്പോൾ ഈ സബ്ജക്റ്റിൽ നിങ്ങൾ അറിയേണ്ട ബേസിക് കാര്യം കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇറങ്ങും. ഇൻട്രൊഡക്ടറി ആംഗിളിൽ വളരെ ബേസിക് ലെവലിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതിനകത്ത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് അകത്തോട്ടിറങ്ങിയൊന്നും ചോദിക്കാനൊന്നുമില്ല. ഇത് സബ്ജക്റ്റിന്റെ വളരെ ചെറിയ ഇൻട്രൊഡക്ഷനാണ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഈ നിങ്ങളിത് പഠിക്കുമ്പോൾ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ കഴിയുന്നതും ഒരു സെഷൻ, ഞാൻ എടുക്കുന്ന ഒരു സെഷൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് തന്നെ അത് കണ്ടു തീർക്കുക. ഒരിക്കലും ഇതിനിടയ്ക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുക. കാരണം ഇതൊരു കണ്ടിന്യൂറ്റി ഉള്ള സബ്ജക്റ്റ് ആണ്. ചില കാര്യങ്ങൾ ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്യുമെങ്കിലും ഒരു ചെയിൻ പോലെ പോയാൽ വളരെ ഈസിയാണ്. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എൻ്റെ കണ്ടിന്യൂറ്റി ബ്രേക്ക് ആവും. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സബ്ജക്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ ഒരു സെഷൻ ഞാൻ എടുക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണുക. അത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ആയിക്കോട്ടെ, ആ സെഷൻ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കാണുക. ഇനി നമ്മൾ ഓരോ സെഷൻ കഴിയുമ്പോഴും ആ സെഷനിൽ എടുത്ത പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ചെയ്യും. ഇപ്പം ഞാൻ എടുത്ത സെഷൻസിനകത്ത് പ്രോബ്ലം ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ അടുത്ത് നമ്മൾ എടുക്കുന്ന ഓരോ സെഷനിലും അതിന് തീർന്നു കഴിയുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. നിങ്ങളത് നോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ വെച്ചാൽ നോട്ട്ബുക്ക് എന്താണെന്ന് വെച്ചാൽ നോർമലി എങ്ങനെയാണ് ഫിസിക്കൽ ക്ലാസ്സിൽ പഠിക്കുക അത് തന്നെ ചെയ്യുക. നമ്മൾ ഫിസിക്കൽ ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഞാൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നത്. അതല്ലാണ്ട് അതിന് ഒരു പ്രത്യേകതയില്ല. അതിനകത്തൊന്നും ഒന്നും കട്ട് ചെയ്യുന്നില്ല. ചിലപ്പോൾ കൂടുതൽ കാണുമായിരിക്കും. അപ്പോൾ ഒന്നും കട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഫിസിക്കൽ ക്ലാസ്സിൽ എന്ത് ചെയ്യുമോ അത് തന്നെയാണ് നമ്മുടെ ഈ ലൈവ് ക്ലാസ്സിലും ചെയ്യുന്നത്, അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സിൽ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളിത് ബ്രേക്ക് ചെയ്യരുത്. കറക്റ്റ് ഇതേ ഓർഡറിൽ പോവുക. ഞാൻ സിലബസ് എന്ത് ഓർഡറാണോ ആ സെയിം ഓർഡറിലാണ് പോകുന്നത്. ആകെ ഒരു കാര്യം മാത്രം ഞാൻ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ടാക്സ് റേറ്റുകളാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ടാക്സ് റേറ്റുകൾ, സർചാർജ്, സെസ്, ഇൻകം ടാക്സിന്റെ റേറ്റ് കാൽക്കുലേഷൻ ഒക്കെയാണ്. അതൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല. ദാറ്റ് വി വിൽ ഡിസ്കസ് ഓൺലി ആഫ്റ്റർ ഡിസ്കസിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് ഹെഡ്സ് ഓഫ് ഇൻകം. നമ്മൾ ഇൻകം എന്താണെന്ന് പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ആ ഇൻകത്തിന്റെ പുറത്ത് ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിക്കാം. ഇൻകം എന്താണെന്ന് പഠിക്കാതെ ആദ്യമേ ടാക്സ് കാൽക്കുലേഷൻ പഠിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇൻകം മൊത്തം പഠിച്ചിട്ട് അത് കഴിഞ്ഞ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടാക്സ് റേറ്റിലേക്ക് പോകും. അത് മാറ്റി നിർത്തിയാൽ സ്റ്റഡി മെറ്റീരിയലിലെ ചാപ്റ്റേഴ്സിന്റെ ഓർഡർ എന്താണോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആക്ടിലെ സെക്ഷൻസിന്റെ ഓർഡറിൽ ഞാൻ എടുത്തങ്ങ് പോകും. സെക്ഷൻ 1, 2, 3, 4, 5, 6, 7, 8, 9. അതിൽ സെക്ഷൻ 1 to 4 ഫസ്റ്റ് സെഷൻ, 5 to 9 സെക്കൻഡ് സെഷൻ. പിന്നെ 1 to 4 പഠിച്ചതും 5 to 9 പഠിച്ച 2 സെഷനും കൂടി കോമ്പൈൻ ചെയ്ത് കോമ്പിനേഷൻ പ്രൊവിഷൻസ്, അതോടുകൂടി ഫസ്റ്റ് ചാപ്റ്റർ കഴിയും. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ നേരെ ഹെഡ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതിനിടയ്ക്ക് ഒരു ചാപ്റ്റർ ഉണ്ട്, സെക്ഷൻ 10 എക്സാംഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അല്ലെങ്കിൽ ഇൻകം വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകം ഇൻക്ലൂഡ് ചെയ്യാതെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഇൻകം എക്സാംഷൻസ്. ആ എക്സാംഷൻ വി വിൽ സ്റ്റഡി സെപ്പറേറ്റ്ലി. 5 ഹെഡ്സ് ഒക്കെ പഠിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ പഠിക്കുക. ചില എക്സാംഷൻസ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോകും. അപ്പോൾ ഇതേ ഓർഡറിൽ നിങ്ങൾ വരിക. ഒരിക്കലും ഇടയിൽ കയറി പഠിക്കാതിരിക്കുക. ബിക്കോസ് എല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ മാത്രം നമുക്ക് വേണമെങ്കിൽ ഇൻഡിപെൻഡന്റ് പഠിക്കാൻ പറ്റും. പക്ഷെ ബാക്കി എല്ലാ ചാപ്റ്ററും കണക്റ്റഡ് ആണ്. കഴിയുന്നതും ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു ഒറ്റ സിറ്റിംഗിലിരുന്ന് അത് മൊത്തം നിങ്ങൾ കണ്ടു തീർക്കുക. അതിൻ്റെ മേജർ പോയിന്റുകൾ നോട്ട് ചെയ്തെടുക്കുക. ബ്രീഫ് നോട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് അത് വെച്ച് പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി സെക്ഷൻ 1 മുതൽ 4 വരെയുള്ള സെക്ഷൻസ് ആയിരിക്കും നമ്മുടെ അടുത്ത സെഷൻ. അത് കഴിഞ്ഞ് 5 to 9. ഓക്കെ.